ഈ ആത്മീക സംഗമത്തിൻ്റെ രണ്ടാമത് രാത്രിയിൽ ദൈവവചന കേൾവിക്ക് വേണ്ടി കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ നിശ്ചയമായ നാമത്തിലുള്ള വന്ദനവും സ്നേഹവും അറിയിക്കുന്നു. ഇവിടെയുള്ള ദൈവസഭ പ്രാർത്ഥനയോടെ ക്രമീകരിക്കപ്പെട്ട ഈ ആത്മീക ശുശ്രൂഷ ഇന്നിവിടെ സമാപിക്കുകയാണല്ലോ. ഇത്രയും ദൈവജനത്തെ കാണുവാൻ ഇടയായതിൽ ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. വിശേഷിയ കർത്താവിൻ്റെ വേലയിൽ അധ്വാനിക്കുന്ന ശ്രേഷ്ഠരായ മുതിർന്ന ദൈവദാസന്മാരുടെ സാന്നിധ്യവും ഇവിടെയുണ്ട്. ഞാൻ അവരെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. അവരുടെ മുമ്പിൽ എളിവനായി എനിക്കും ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം ഭാഗ്യം തന്നതോർത്ത് എല്ലാ മഹത്വവും കർത്താവിന് അർപ്പിക്കുന്നു. ഇന്ന് വിവിധ ഇടങ്ങളിൽ നാം ദൈവത്തെ ആരാധിച്ചു. അതിനുശേഷം വൈകിയ സമയത്ത് വീണ്ടും ദൈവത്തിൻ്റെ വചനത്തിന് മുമ്പാകെ ധ്യാനിക്കുവാനും ചിന്തിപ്പാനുമായിട്ട് കൂടി വരുവാൻ കർത്താവ് കൃപ നൽകിയല്ലോ. ഈ ചുറ്റുപാടുകളിൽ നിന്നൊക്കെയായിട്ട് ഇതിനുള്ളിൽ കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. ഈ ശബ്ദത്തിൽ എന്നെ ശ്രദ്ധിച്ചുകൊണ്ട് ഭവനങ്ങളിലും ഇരുന്നും നിന്നുമൊക്കെയായിട്ട് ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. എല്ലാവരെയും ഒന്നും എൻ്റെ കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്നില്ല എന്ന് ഒരിക്കലും എൻ്റെ ശബ്ദം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കുണ്ട്. എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. കർത്താവ് അനുവദിച്ചാൽ ഈ മീറ്റിങ്ങിന് ശേഷം ഇന്ന് രാത്രിയിൽ മടങ്ങി പോകണമെന്ന് ആഗ്രഹിക്കുന്നു. ദൈവജനത്തിൻ്റെ പ്രാർത്ഥനയെ ചോദിക്കുന്നു. ഈ ദൈവസഭ ക്രമീകരിച്ച ഈ ആത്മീക ശുശ്രൂഷയിൽ എന്നെ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ ക്ഷണിച്ചതിനുള്ള നന്ദി അതും ഞാൻ ഈ സമയത്ത് അറിയിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇവിടെയുള്ള ഈ ദൈവസഭയെയും സ്വർഗത്തിലെ ദൈവം അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അധികം മുഖവരയിലേക്ക് ഇനി ഞാൻ നിൽക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ദീർഘമായ വിഷയങ്ങൾ നമ്മുടെ മുമ്പാകെ ചിന്തിക്കുവാനായിട്ടുണ്ട്. കഴിഞ്ഞ രാത്രിയിൽ നാം ചിന്തിച്ചിരുന്ന മലാഖയുടെ പ്രവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ ഒന്ന് കൊണ്ടുപോകാം എന്ന് ഞാൻ വീണ്ടും ആഗ്രഹിക്കുകയാണ്. ജനത്തിൻ്റെ പാപനിമിത്തം പ്രവാചകനായ മലാഖയിലൂടെ സ്വർഗത്തിലെ ദൈവം ജനത്തിൻ്റെ മടങ്ങിവരവിനും പാപത്തിൻ്റെ മോചനത്തിനും വേണ്ടി അവർക്ക് കൊടുത്തിരിക്കുന്ന ചില പ്രത്യേകമായിരിക്കുന്ന ഉപദേശം നൽകുന്നതിന് മുമ്പ് അവർക്ക് ദൈവത്തെ വെളിപ്പെടുത്തിയതും ദൈവത്തെ വെളിപ്പെടുത്തുന്നതിന് മുമ്പ് അവർക്ക് അവരുടെ കുറവുകളെ ചൂണ്ടിക്കാണിച്ചതുമാണ് നാം കണ്ടുകൊണ്ടിരുന്നത്. 1-ാം അധ്യായത്തിൽ ആ ജനത്തിൻ്റെ പാപം എന്തായിരുന്നു എന്നുള്ളത് നാം കാണുകയുണ്ടായി. ഞാൻ അവിടേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ കഴിഞ്ഞ രാത്രിയിൽ വരാത്തവരുള്ളത് കൊണ്ടാണ് ഞാനത് പറഞ്ഞ് മുന്നോട്ട് പോകുവാൻ ആഗ്രഹിക്കുന്നത്. 1-ാം അധ്യായത്തിൽ ആ ജനത്തിൻ്റെ പാപത്തെ ചൂണ്ടിക്കാണിച്ചു. അതിനുശേഷം ദൈവം ആരാണ് എന്നുള്ളത് വെളിപ്പെടുത്തി. ദൈവം വെളിപ്പെടുത്തിയ ദൈവത്തിൻ്റെ 2 പ്രത്യേകതയായിരുന്നു നാം കഴിഞ്ഞ ദിവസം കാണുവാനായിട്ട് ഇടയായിട്ട് തീർന്നു. ഇനിയും മുന്നോട്ടുള്ള ഭാഗങ്ങളിലും ഓരോ അധ്യായങ്ങളിലൂടെയും സഞ്ചരിക്കുക എന്നുള്ളത് അസാധ്യമായിരിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് വളരെ പെട്ടെന്ന് ഞാൻ ഈ 1-ാം അധ്യായത്തിൽ നിന്ന് 1-2 ആശയം കൂടി പറഞ്ഞ് ഒടുവിലേക്ക് വരാം എന്ന് ആഗ്രഹിക്കുകയാണ്. ഇവിടെ പ്രവാചകൻ ഈ ജനത്തോട് ദൈവത്തിൻ്റെ സന്ദേശം നൽകിയപ്പോൾ ആദ്യം പറഞ്ഞു അവിടുന്ന് സ്നേഹിക്കുന്ന ദൈവമാണ്. രണ്ടാമത് പറഞ്ഞത് അവിടുന്ന് സൈന്യങ്ങളുടെ യഹോവയാണ് എന്നുള്ളതായിരുന്നു. അതിൻ്റെ പശ്ചാത്തലം ഒക്കെ ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി. സൈന്യങ്ങളുടെ യഹോവ എന്ന് പറഞ്ഞാൽ പ്രതിയോഗിയുടെ വായടുപ്പിക്കുന്ന ദൈവമാണ്, ശത്രുവിൻ്റെ മുമ്പിൽ നിർത്തുന്ന ദൈവമാണ്, ബലഹീനന് ശക്തി നൽകുന്ന ദൈവമാണ്, ആശ്വാസം നൽകുന്ന ദൈവമാണ് എന്നുള്ളത് വ്യത്യസ്തമായ വേദഭാഗങ്ങളിലൂടെ നാം കാണുകയുണ്ടായി. സൈന്യങ്ങളുടെ യഹോവയാണ് ഞാൻ എന്ന് ഈ പ്രവചനത്തിൽ 25-ലധികം തവണ വീണ്ടും ദൈവം റിപ്പീറ്റ് ചെയ്തിട്ട് അവരോട് പറയുകയാണ്, ഞാൻ സൈന്യങ്ങളുടെ യഹോവയാണ്. ഇനി മൂന്നാമത് നാം അവിടേക്ക് വരുമ്പോൾ ദൈവത്തിൻ്റെ 2 പ്രത്യേകത ദൈവം തന്നെ വെളിപ്പെടുത്തുന്നുണ്ട്. ഞാനത് വിശദീകരിക്കുന്നില്ല. ഒന്ന്, നാം ആ ഭാഗത്തേക്ക് വരുമ്പോൾ വായിക്കുന്നത് ഇങ്ങനെയാണ്. അവിടെ 14-ാം വാക്യത്തിൻ്റെ ഒടുവിലത്തെ ഭാഗം, ഞാൻ മഹാരാജാവല്ലോ എന്ന് നാം അവിടെ വായിക്കുന്നുണ്ട്. ദൈവത്തിനെ വെളിപ്പെടുത്തിയിട്ട് പറയുകയാണ് അവിടുന്ന് ആരാണ്, അവിടുന്ന് ദൈവമാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ദൈവം മഹാരാജാവായിരിക്കുന്ന ദൈവമാണ്. ഇനി ഞാൻ അതും വിശദീകരിക്കുന്നില്ല, നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിയും. 1-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിലേക്ക് ഒന്ന് 1-2 ആശയം പറഞ്ഞിട്ട് ഞാൻ ആ ഭാഗം വിടട്ടെ. 1-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിൽ വരാം. അവിടെ എന്താണ് ദൈവത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം. 1-11 മതി. അവിടെ
പ്രവാചകനിലൂടെ ദൈവം തന്നെ വെളിപ്പെടുത്തിയിട്ട് പറയുന്ന 1-ാം അധ്യായത്തിൽ വെളിപ്പെടുത്തി കൊടുക്കുമ്പോൾ ആ ദൈവം പറയുകയാണ്, എൻ്റെ നാമം ജാതികളുടെ ഇടയിൽ വലിയതാകുന്നു എന്ന് പറഞ്ഞാൽ ജാതികൾ ഭയപ്പെടുന്ന ഒരുവനാണ് ഞാൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അതെന്തിനാ പറഞ്ഞത് എന്ന് ചോദിച്ചാൽ, ഈ ഇസ്രയേൽ ജനം ഞാൻ കഴിഞ്ഞ രാത്രിയിൽ ഓർപ്പിച്ചതുപോലെ അവർക്ക് ദൈവത്തോട് ഭക്തിയുമില്ല, ബഹുമാനവുമില്ല, ദൈവത്തെ യാതൊരു പേടിയുമില്ലാതെ പോവുകയാണ്. അപ്പോൾ ആ ജനത്തെ നോക്കിയിട്ട് ദൈവത്തെ വെളിപ്പെടുത്തിയിട്ട് പറയുകയാണ്, പക്ഷെ നിങ്ങൾക്ക് എന്നെ ഭയമില്ല, എന്നാൽ നിങ്ങൾ നോക്കുക, നിങ്ങളുടെ ചുറ്റുപാടുകളിലേക്ക് നോക്കുക, അവിടെയുള്ള ജനത്തിന് മുഴുവൻ എന്നെ എങ്ങനെയാണ്, എന്നെ വളരെ പേടിയാണ് എന്ന് പറഞ്ഞു. തിരുവചനത്തിൽ ധാരാളം ദൃഷ്ടാന്തം ഇത് മനസ്സിലാക്കുവാനായിട്ടുണ്ട്. എങ്കിലും നമ്മുടെ ഓർമ്മയിൽ വരുന്ന 2 ആശയങ്ങൾ ഞാൻ പെട്ടെന്ന് ഒന്ന് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. യോനാ പ്രവാചകൻ ദൈവത്തിന്റെ അരുളപ്പാടിനെ ലംഘിച്ചുകൊണ്ട് യാത്ര തിരിച്ച് തർശീശിലേക്ക് പോകാൻ കപ്പൽ കയറി പോയ ആ യാത്രയെക്കുറിച്ച് നിങ്ങൾക്കറിയാം. അങ്ങനെ താൻ യാത്ര ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ അവിടെ വലിയ കാറ്റും കോളവും ഉണ്ടായി ഈ കപ്പൽ ആടി ഉലയുന്ന ഒരു സമയം വന്ന് ഇദ്ദേഹം അടിത്തട്ടിൽ കിടന്നുറങ്ങുകയായിരുന്നു എന്ന് നാം വായിക്കുന്നുണ്ട്. അങ്ങനെ ഉറങ്ങിക്കിടക്കുന്ന ആ മനുഷ്യന്റെ അടുക്കിലേക്ക് ചെന്നിട്ട് ആ കപ്പലിലെ തൊഴിലാളികൾ അദ്ദേഹത്തെ തട്ടി ഉണർത്തി നോക്കി. തട്ടി ഉണർത്തിയിട്ട് അദ്ദേഹത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നീ ആരാകുന്നു, നീ എവിടെ നിന്നാണ് വരുന്നത്, നിന്റെ ജോലി എന്ത്, നീ എവിടേക്ക് പോകുന്നു എന്ന് ചോദിച്ചു. ഈ ചോദ്യം കേട്ട് കഴിഞ്ഞപ്പോൾ അവൻ കൊടുത്ത ആദ്യത്തെ ഉത്തരം എങ്ങനെയാ, ഞാനൊരു എബ്രായൻ, കരയും കടലും ഉണ്ടാക്കിയ ജീവനുള്ള ദൈവമായ യഹോവയെ ഭജിച്ചു വരുന്നു എന്ന് പറഞ്ഞു. അടുത്ത വാക്യം പറയുന്ന, ഇത് കേട്ടിട്ട് അവർ ഭയപ്പെട്ടു എന്ന് വായിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഇവൻ വെളിപ്പെടുത്തുകയാണ്, ഞാൻ ആരാണ്, ഞാനൊരു എബ്രായനാണ്. ഇത് കേട്ട മാത്രയിൽ ആ കപ്പലിൽ ഉണ്ടായിരുന്ന ആളുകൾ, അവിടുത്തെ തൊഴിലാളികൾ ഇവരാകമാനം ഭയപ്പെടുകയാണ്. കാരണം എന്താ, അവൻ വെളിപ്പെടുത്തിയിട്ട് പറയുക, ഞാനൊരു എബ്രായൻ, കരയും കടലും ഉണ്ടാക്കിയ ജീവനുള്ള യഹോവയെ ഞാൻ ആരാധിച്ചു വരുന്ന ഒരു വ്യക്തിയാണ് എന്ന് പറഞ്ഞാൽ അന്നും ജനത്തിന്റെ മനസ്സിനുള്ളിൽ വലിയ ഭീതിയാണ്. ആരെക്കുറിച്ച് കേൾക്കുന്നത്, ദൈവത്തെ കുറിച്ച് കേൾക്കുന്നത്. എബ്രായൻ എന്ന പദം തന്നെ കേൾക്കുമ്പോൾ ജനങ്ങൾ, ജാതികൾ ഒരുപോലെ ഭയചകിതരായിട്ട് തീരുന്ന കാഴ്ചയാണ്. അപ്പോൾ അവർ ഭയപ്പെട്ടു. പിന്നെയും താഴേക്ക് വരുമ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യേണ്ടു എന്ന് ചോദിക്കുമ്പോൾ അതിന്റെ കാരണമായിട്ടൊക്കെ ഈ യോനാ പ്രവാചകൻ പറഞ്ഞു വരുമ്പോൾ നാം വായിക്കുന്നത് എങ്ങനെയാ, അവർ അത്യന്തം ഭയപ്പെട്ടു എന്ന് വായിക്കുകയാണ്. അവനെതിരെ ഒരു ആക്ഷൻ എടുക്കുവാൻ ഈ ജനം അത്യന്തം ഭയപ്പെട്ടു എന്ന് വായിക്കുന്നു. എന്ന് പറഞ്ഞാൽ അവന്റെ കുറ്റം കൊണ്ടല്ല, മറിച്ച് ഇവൻ ഒരു എബ്രായനായതുകൊണ്ടും ഇവന്റെ ദൈവം ആരാണെന്ന് ജാതികളായിരിക്കുന്ന യാത്രക്കാർക്ക് അറിയാം എന്നുള്ളത് കൊണ്ടും അവർ ഒരുപോലെ ഭയപ്പെട്ടു എന്ന് വായിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ഇങ്ങനെ പറയട്ടെ, ജാതികൾ ഒന്നടങ്കം ഭയപ്പെടുന്ന ഒരു ദൈവം ഈ ഭൂതലത്തിൽ ഉണ്ടെങ്കിൽ ആ ദൈവമാണ് ഞാനും നിങ്ങളും ആരാധിക്കുന്ന സർവശക്തനായ ദൈവം. അതുകൊണ്ട് ദൈവം ഈ ജനത്തോട് പറയുകയാണ്, ജാതികൾ ഭയപ്പെടുന്ന ഒരുവനാണ്, എന്റെ നാമം ജാതികളുടെ ഇടയിൽ ഉന്നതമായിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. മറ്റൊരു ദൃഷ്ടാന്തം ഞാനൊന്ന് ചൂണ്ടിക്കാണിക്കാം. ഇസ്രായേൽ മക്കൾ ഒറ്റുനോക്കുവാനായിട്ട് പോയി. അവർ കനാൻ ദേശം ഒറ്റുനോക്കുവാൻ പോയപ്പോൾ രാഹാബ് എന്ന് പറയുന്ന വേശ്യയുടെ ഭവനത്തിലെത്തി. അവൾ അവരെ അവിടെ ഭദ്രമായിട്ട് സൂക്ഷിച്ചു. എന്നിട്ട് അവർക്ക് കൊടുക്കുന്ന ഒരു സന്ദേശമുണ്ട്, വായിച്ചു കേൾപ്പിക്കുവാൻ സമയമില്ല. അവരോട് പറയുന്നത് ഇങ്ങനെയാണ്, നിങ്ങളെ കുറിച്ചുള്ള ഭീതി ഇവിടെയുള്ള ജനത്തിന്റെ മധ്യത്തിൽ ആകമാനം ഉലഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ ചെങ്കടലിൽ കടന്ന വാർത്ത മുതൽ ഇവിടെയുള്ള ദേശത്ത് വ്യാപകമായിട്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ആളുകൾ നിങ്ങളെ കുറിച്ച് കേട്ടിട്ട്, നിങ്ങളുടെ ദൈവത്തെ കുറിച്ച് കേട്ടിട്ട് ഹൃദയം ഉരുകുന്നവരായി, തകരുന്നവരായി ഭയപ്പെട്ടിരിക്കുകയാണ് എന്നാണ് രാഹാബ് എന്ന് പറയുന്ന ആ സ്ത്രീ ഒറ്റുകാരോട് പറഞ്ഞത്. ചുരുക്കത്തിൽ ഞാൻ ഇങ്ങനെ പറയട്ടെ, ലോകത്തിലുള്ള സകല ജനവും ഒന്നടങ്കം എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു, ദൈവത്തെ ഭയപ്പെടുന്നു. ഇവിടെ പറഞ്ഞിരിക്കുന്ന ദൈവത്തിന്റെ വചനം വെളിപ്പെടുത്തുന്ന ജീവനുള്ള എബ്രായന്റെ ദൈവത്തെ ഭയപ്പെട്ടുകൊണ്ടിരിക്കുക. പക്ഷെ ദൈവം പറയുക, നിങ്ങൾക്ക് എന്തില്ല, നിങ്ങൾക്ക് എന്റെ നാമത്തോട് ഭയമില്ലാത്തവരായിട്ട് തീർന്നിരിക്കുന്നു. ഈ ആധുനിക കാലഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ ആ വാക്ക് ഞാൻ വീണ്ടും ആവർത്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ജാതികൾ ഭയപ്പെടുന്ന ദൈവത്തെ, എന്റെയും നിങ്ങളുടെയും സ്വന്തം ദൈവമെന്ന് അഭിമാനിക്കുവാൻ കഴിയുന്ന നമ്മുടെ പിതാവിനെ നമുക്ക് യാതൊരു നിലയിലും ഭയമില്ലാത്ത ഒരു കാലത്ത് എത്തിച്ചേർന്നിരിക്കുന്നു. അപ്പോൾ ദൈവം വെളിപ്പെടുത്തി, ജാതികൾ ഭയപ്പെടുന്ന ഒരു ദൈവമാണ് ഞാൻ എന്ന് വെളിപ്പെടുത്തി കൊടുത്തു. ഇനി ഞാൻ മുന്നോട്ട് പോകുവാനായിട്ട് ആ ഭാഗം കൊണ്ട് ആഗ്രഹിക്കുന്നില്ല. ഞാൻ ഇങ്ങനെ പറയട്ടെ, അതിനുശേഷം ദൈവം ഇവർക്കൊരു ഉപദേശം നൽകിയിട്ടുണ്ട്. 1-ാം അധ്യായത്തിന്റെ ഉപദേശം എന്താണെന്ന് പറഞ്ഞ് മുൻപോട്ടൊന്ന് വരാം. 1-ാം അധ്യായത്തിന്റെ അതിന്റെ 9-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. 1-ാം അധ്യായം 9-ാമത്തെ വാക്യം. എന്താണ് അവിടുത്തെ ഉപദേശം നോക്കാം.
മതി. അവിടെ പറയുകയാണ്, കൊടുത്ത ഉപദേശം ഇതാണ്, ഒറ്റ ഉപദേശമാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ ദൈവത്തെ പ്രസാദിപ്പിച്ചു കൊള്ളുക, ദൈവത്തെ പ്രസാദിപ്പിക്കുക. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവജനമുണ്ട്, വെളിയിലുള്ള പ്രിയപ്പെട്ടവരുണ്ട്. എല്ലാവരോടും വളരെ വിനയത്തോടെ ഞാൻ പറയാം, ഭൂലോകത്തിലുള്ള സകല മനുഷ്യരോടുമുള്ള ബന്ധത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന കാര്യം ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരാകുക എന്നുള്ളതാണ്. എന്നാൽ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ എല്ലാവർക്കും കഴിയാത്ത ഒരവസ്ഥയിലാണ് ജനം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ദൈവമക്കളോടുള്ള ബന്ധത്തിൽ ഞാൻ ഇങ്ങനെ പറയാം, ദൈവത്തിന് നമ്മെ കുറിച്ചുള്ള ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ, ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരായിട്ട് തീരണം. അതിന് പ്രവാചകനിലൂടെ ദൈവം കൊടുത്ത അരുളപ്പാട് ഇങ്ങനെയാ, ആകയാൽ ദൈവം നമ്മോട് കൃപ കാണിപ്പാൻ തക്കവണ്ണം ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരായിട്ട് തീരുക. അപ്പോൾ 1-ാം അധ്യായത്തിൽ കൊടുത്ത ഉപദേശം നിങ്ങൾ ശ്രദ്ധിച്ചാൽ, ദൈവത്തെ പ്രസാദിക്കുക, പ്ലീസ് യുവർ ഗോഡ്, നിന്റെ ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ജീവിതം നയിക്കണമെന്നുള്ളത് ദൈവം എന്നും തന്റെ മക്കളിൽ നിന്ന് ആഗ്രഹിക്കുന്ന കാര്യമാണ്. എന്നാൽ ഞാൻ ഇങ്ങനെ പറയട്ടെ, ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുന്നവരുമുണ്ട്, കഴിയാത്തവരുമുണ്ട്. എല്ലാവർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുകയില്ല. ഈ സന്ദേശം ശ്രദ്ധിക്കുന്നവരിൽ ദൈവത്തിന്റെ മക്കളായി തീരാത്ത, ദൈവവുമായിട്ടുള്ള അഭേദ്യമായ ബന്ധത്തിലേക്ക് വന്ന് ദൈവത്തെ ഒരു പിതാവ് എന്ന നിലയിൽ കണ്ട് ആരാധിക്കുവാൻ കഴിയാത്തവരായി ആരെങ്കിലും ഇന്നു രാത്രിയിൽ എന്നെ ശ്രദ്ധിക്കുന്നെങ്കിൽ ഞാൻ അവരോട് ആദ്യമായിട്ടൊന്ന് ചൂണ്ടിക്കാണിക്കാം, ആർക്കാണ് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുന്നത്? എല്ലാവർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുകയില്ല. ഒരു വേദഭാഗം നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരട്ടെ. റോമാലേഖനം 8-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം പെട്ടെന്നൊന്ന് വായിച്ചു കേൾക്കാം. റോമാലേഖനം 8-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം മതി. ആ ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ച്, ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുകയില്ല. എന്നാൽ ആ ഭാഗത്ത് നിന്നുകൊണ്ട് ഞാൻ ഒരു ആശയം പറയാം, എല്ലാവർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുകയില്ല. അത് ദൈവസഭയോടുള്ള ബന്ധത്തിൽ ആ വാക്ക് ഉപയോഗിക്കേണ്ടതാണ്. എന്നാൽ ഞാൻ അതിന് മറ്റൊരാശയത്തിലേക്ക് കൊണ്ടുവരിക. ദൈവത്തെ പ്രസാദിപ്പിക്കണമെങ്കിൽ ഏത് സ്വഭാവം കൊണ്ട് പറ്റില്ല? ജഡസ്വഭാവം കൊണ്ട് പറ്റുകയില്ല. ഞാൻ ഇങ്ങനെ പറയാം, ഇന്ന് പകൽക്കാലവും ഞാനത് സൂചിപ്പിക്കുകയുണ്ടായി. ഞാനൊരു ക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട ഒരു വ്യക്തിയാണ്. ഒരു കത്തോലിക്ക പശ്ചാത്തലത്തിൽ അതിന്റെ പാരമ്പര്യത്തിന്റെ അടിത്തറയിൽ ആവോളം ഉറച്ചു വിശ്വസിച്ച് ജീവിച്ചു വന്ന ഒരു വ്യക്തിയാണ്. എന്റെ പിതാവ് തികഞ്ഞ ഒരു മദ്യപാനിയായിരുന്നു. അദ്ദേഹം അങ്ങനെയൊക്കെയാണ് എന്ന് പറഞ്ഞാലും മതപരമായ കാര്യങ്ങൾക്ക് കൃത്യമായ താല്പര്യം പുലർത്തി മുന്നോട്ട് പോകുന്ന, മതപരമായ ചടങ്ങുകളെ യാതൊരു നിലയിലും തള്ളിക്കളയാതെ ചെയ്തു പോകുന്ന ഒരു വ്യക്തിയായിരുന്നു. ഞാൻ ചോദിച്ചു കൊള്ളട്ടെ, എത്ര മദ്യപിച്ചാലും അതേ ആശയത്തോട് പോയി നേർച്ചയിടുവാനും കാഴ്ചയിടുവാനും എന്തും ചെയ്യുവാൻ മനസ്സുള്ള ഒരു വ്യക്തിയായിരുന്നു. ചോദിക്കാം, ആ മനുഷ്യൻ ചെയ്ത പ്രവർത്തി കൊണ്ട് ദൈവത്തിന് പ്രസാദമുണ്ടാകുമോ? ഒരിക്കൽ പോലും ഉണ്ടാവുകയില്ല. ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണല്ലോ, നിങ്ങളുടെയൊക്കെയും കറപുരണ്ട വസ്ത്രങ്ങളായിട്ട് നിങ്ങളുടെ പാപങ്ങൾ തീർന്നിരിക്കുന്നു എന്നാണല്ലോ വായിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ദൈവവും മനുഷ്യനും തമ്മിൽ ഒരു ചെറിയ പ്രശ്നം നേരിട്ടത് കൊണ്ട് ജഡസ്വഭാവം ഉള്ളവർക്ക് അല്ലെങ്കിൽ എല്ലാവർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിവില്ലാതെ വരുന്നത്. അങ്ങനെയാണെങ്കിൽ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ പിന്നെ ആർക്കാ കഴിയുന്നത്? അതിന്റെ ഉത്തരം, അതിന്റെ ഓപ്പോസിറ്റ് വാക്ക് ചിന്തിക്കണം. എന്താ? ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുകയില്ല. എന്നാൽ പിന്നെ ആത്മസ്വഭാവമാണ് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ വേണ്ടിയത്. ആത്മസ്വഭാവമുള്ളവർക്ക് മാത്രമാണ് ദൈവപ്രസാദം ലഭിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഇതെങ്ങനെയാ സാധിക്കുന്നത്? ഇതൊരു ചോദ്യചിഹ്നമാ. ഇതിന്റെ ഉത്തരം കണ്ടെത്തുക എന്ന് പറയുന്നതാണ് ഏറ്റവും അനിവാര്യമായിരിക്കുന്ന വിഷയം. അതിനാണ് ഈ മഹായോഗം ഇവിടെ നടത്തുന്നത്. ലോകത്തിലുള്ള സകല മനുഷ്യരെയും വീക്ഷണത്തിൽ അവൻ എപ്പോഴും ചെയ്യുന്നത്, ഹൈന്ദവനാകട്ടെ, മുസൽമാനാകട്ടെ, ക്രൈസ്തവനാകട്ടെ, ബുദ്ധമതക്കാരനോ ജൈനമതക്കാരനോ സിഖ് മതക്കാരനോ ആകട്ടെ, ഇവന്റെ എല്ലാം അന്തരാത്മാവിൽ ബാധിക്കുന്ന ഒരൊറ്റ ചിന്ത, എങ്ങനെയും അവൻ വിശ്വസിക്കുന്ന ദൈവത്തെ പ്രസാദിപ്പിക്കണം എന്നുള്ളതാണ്. അതുകൊണ്ടല്ലയോ അരയോപക കുന്നിന്മേലേക്ക് ചെന്ന പൗലോസ് ഹൃദയത്തിനുള്ളിൽ ചൂട് പിടിച്ചിട്ട് ആ ജനത്തെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് പറഞ്ഞത്, നിങ്ങൾ ഇപ്പോഴും ഇങ്ങനെയുള്ള വിഗ്രഹങ്ങളെ ആരാധിക്കുന്നു. അജ്ഞാത ദേവനെന്ന് എഴുത്തുള്ള വേദിക്കല്ല് കണ്ടിട്ട് അതിനെക്കുറിച്ച് ഹൃദയത്തിൽ ചൂടുപേറി പറഞ്ഞത് എന്ന് പറഞ്ഞാൽ, ഹൃദയത്തിന്റെ ഉള്ളിൽ ഏതൊരു മനുഷ്യന്റെയും അപബോധ മനസ്സിലൊരു ചിന്തയുണ്ട്, there is a God, ഒരു ദൈവമുണ്ട് എന്ന ചിന്തയുണ്ട്. അതിനുവേണ്ടി അവൻ ആവോളം ശ്രമിക്കുകയാണ്. എന്നാൽ പറയട്ടെ, പലപ്പോഴും അതിനു മുമ്പാകെ മനുഷ്യൻ നിരാശനായി തീരുകയാ. അവൻ യാത്ര ചെയ്തിട്ടും പണം മുടക്കിയിട്ടും ശരീരത്തെ മുറിച്ചിട്ടും അവൻ ചെയ്യാവുന്ന സകല കഷ്ടപ്പാടുകളും ചെയ്തിട്ടും അവന് യാതൊരു നിലയിലുള്ള സംതൃപ്തിയും ലഭിക്കാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ അവന് കഴിയാത്തവനായിട്ട് തീരുന്നു. ഇവിടെയാണ് ഈ ആത്മസ്വഭാവത്തിന്റെ ആവശ്യകത
ഉള്ളത്. ഞാൻ പറയട്ടെ, ഇതെങ്ങനെയാ സാധ്യമായിട്ട് തീരുന്നത്? ലോകത്തിലുള്ള സകല മനുഷ്യരും ആത്മസ്വഭാവമുള്ളവരല്ലായിരുന്നു. ലോകത്തിൽ ജനിച്ചിരിക്കുന്ന സകല മനുഷ്യരും ജഡ സ്വഭാവത്തിലുള്ളവരാ. നിങ്ങൾക്കറിയാം, ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ മനുഷ്യന്റെ ദുഷ്ടത വലിയതെന്നും അവന്റെ ഹൃദയത്തിന്റെ നിരൂപണങ്ങൾ എല്ലായ്പ്പോഴും ദോഷമുള്ളതെന്നും യഹോവ കണ്ടു എന്നാണ് വായിക്കുന്നത്. അടുത്ത വാക്യം നാം വായിക്കുന്നത് ഇങ്ങനെയാ: അവർ ജഡമത്രേ എന്നാണ് ദൈവം പറയുന്നത്. ജഡമയമായിരിക്കുന്ന, പാപപംഭിലമായിരിക്കുന്ന, പാപത്തിൽ മാത്രം ജീവിക്കുന്ന ഒരു ജീവിത ചര്യയാണ് മനുഷ്യനിലുള്ളത്. ഇതെങ്ങനെയാ ഉണ്ടായത്? വിശദീകരിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന വസ്തുതയാണ്. ഏദൻ തോട്ടത്തിൽ ദൈവത്തോട് മനുഷ്യൻ കാണിച്ച അനുസരണക്കേട് നിമിത്തം ഏകന്റെ ലംഘനത്താൽ അനേകർ അനുസരണക്കേടിന് പാത്രങ്ങളായിട്ട് തീർന്നു. ലോകത്തിലുള്ള സകല മനുഷ്യരും പാപത്തിലേക്ക് നിബന്ധിച്ചു പോയി. അങ്ങനെ ഒരിക്കൽ പോലും ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ മനുഷ്യന് കഴിയാത്ത വിധത്തിൽ അവന്റെ അന്തരാത്മാവിനെ ബാധിച്ചിരിക്കുന്ന പാപം ഒരു മുഖാന്തരമായിട്ട് തീർന്നിരിക്കുകയാണ്. ഞാൻ ഇങ്ങനെ പറയട്ടെ, ഈ പ്രശ്നം മാറിയെങ്കിൽ മാത്രമേ എന്ത് സംഭവിക്കുകയുള്ളൂ? ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുകയുള്ളൂ. അന്തരാത്മാവിനെ ബാധിച്ചിരിക്കുന്ന ഈ പാപം എന്ന് പറയുന്ന പ്രശ്നത്തിന് പരിഹാരം വരാത്തിടത്തോളം കാലം അടയ്ക്കപ്പടിയിൽ എന്നെ ശ്രദ്ധിക്കുന്ന ക്രൈസ്തവനാകട്ടെ, മുസൽമാനാകട്ടെ, ഹൈന്ദവനാകട്ടെ, ഏത് വ്യക്തിയുമായി കൊള്ളട്ടെ, ഒരിക്കൽ പോലും താങ്കൾക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുകയില്ല. ഇതെങ്ങനെയാ സാധ്യമാകുന്നത്? ഇത് സാധ്യമാക്കുന്നത് എങ്ങനെയാണെന്ന് കമ്പി വാചകത്തിൽ ഒരു ദൃഷ്ടാന്തം പറഞ്ഞ് ഞാൻ മുമ്പോട്ട് പോകാം. നിങ്ങൾക്ക് ഏവർക്കും അറിയാം, യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ നിക്കോദേമോസ് എന്ന് പറയുന്ന വ്യക്തി പരീശന്മാരുടെ പ്രമാണിയ. അദ്ദേഹം രാത്രിയിൽ യേശുവിന്റെ അടുക്കൽ വന്നു എന്നാണ് നാം വായിക്കുന്നത്. അദ്ദേഹം വിശദീകരിക്കുന്നില്ല. രാത്രിയിൽ യേശുവിന്റെ അടുക്കൽ വന്നിട്ട് യേശുവിനോട് പറയുന്നത് ഇങ്ങനെയാ: ഗുരു, നീ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. അല്ല എങ്കിൽ നീ ചെയ്യുന്ന അടയാളങ്ങളൊന്നും ചെയ്യുവാൻ ആർക്കും കഴിയുകയില്ല. ആ അടയാളം എന്ന് പറയുന്നത് 2-ാം അധ്യായത്തിൽ യേശു കാനാവിലെ കല്യാണ വീട്ടിൽ വെള്ളം വീഞ്ഞാക്കിയ വിവരം നാട് മുഴുവൻ അറിഞ്ഞിട്ടുണ്ട്. അതിനെ സംബന്ധിച്ചുള്ള അറിവ് ലഭിച്ചതുകൊണ്ടാകാം നിക്കോദേമോസ് അവിടെ വന്നോന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, നീ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നു. അങ്ങനെ പറഞ്ഞു വന്നിട്ട് യേശു അവനോട് പറഞ്ഞ ഒരു വാക്ക് അവനൊരിക്കലും പ്രതീക്ഷിക്കാത്ത വാക്കായിരുന്നു. യേശു അവനോട് പറയുകയാണ്, പുതുതായി ജനിച്ചില്ല എങ്കിൽ സ്വർഗരാജ്യം കാണുവാനായിട്ട് നിനക്ക് കഴിയുകയില്ല. അപ്പോൾ യേശു കർത്താവ് പരീശന്മാരുടെ പ്രമാണിയായിരിക്കുന്ന, ആത്മീക മണ്ഡലത്തിന്റെ അത്യുച്ചകോടി വിരാജിക്കുന്ന, യഹൂദന്മാരുടെ ആത്മീക നേതൃത്വമായിരിക്കുന്ന പരീശന്മാർ, ഈ പരീശന്റെ പ്രമാണിയായിരിക്കുന്ന നിക്കോദേമോസിനോട് പറയുക, you must be born again. നീ വീണ്ടും ജനിച്ചില്ല എങ്കിൽ സ്വർഗരാജ്യം കാണാനായിട്ട് കഴിയുകയില്ല. ഞാൻ പറയാം, മനസ്സിലാക്കാൻ പറയാം. ഒരു പള്ളി പ്രമാണിയായി ഇദ്ദേഹം ഈ പള്ളി പ്രമാണിയോട് പറയുകയാണ്, നീ ഇങ്ങനെ പോയ സ്വർഗത്തില്. ഇത് നമ്മൾ പറയുന്നതുകൊണ്ടാണ് ആളുകൾക്ക് ഈ കുറ്റവും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടാകുന്നത്. പക്ഷെ കർത്താവ് അതാ പറഞ്ഞത്, ഈ പള്ളി പ്രമാണിയായിരിക്കുന്നത് കൊണ്ട് നീ വിശ്വസിക്കുന്നത് നിന്റെ പ്രവർത്തികളും നീ ചെയ്യുന്ന കർമ്മങ്ങളും ഒക്കെ നിമിത്തം നിനക്ക് സ്വർഗരാജ്യം ലഭിക്കുമെന്ന് അതായിരുന്നു നാമും വിശ്വസിച്ചിരുന്നത്. എന്നാൽ ഇന്നു രാത്രിയിൽ ആ തെറ്റിദ്ധാരണ പാടെ മാറണം. യേശു കർത്താവ് പറയുകയാണ്, നീ വീണ്ടും ജനിക്കണം. അപ്പോൾ ഇദ്ദേഹം ഒരു ചോദ്യം ചോദിച്ചു. അതൊരു രസാവഹമായ ചോദ്യമാണ്. അദ്ദേഹം കളിയാക്കി ചോദിച്ചതാണോ എനിക്കറിയില്ല. ആ ചോദ്യം ഇങ്ങനെയാണ്: അതിന് ഞാൻ ഇനിയും എന്ത് ചെയ്യണം? അമ്മയുടെ വയറ്റിൽ ജനിക്കണോ? അതെങ്ങനെയാ കർത്താവെ സാധ്യമാകുന്നത്? ഇനി ജനിക്കുക എന്ന് പറയുന്നത് എങ്ങനെയാ സാധ്യമാകുന്നത്? അടുത്ത ആശയമാണ് നാം ഈ പറയുന്ന വിഷയമായിട്ട് ചേർത്ത് വെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. കർത്താവ് അവനോട് പറഞ്ഞു, എന്താ പറഞ്ഞത്? ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു, നീ ആത്മാവിനാൽ ജനിക്കണം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ആശയം മനസ്സിലായത് ഞാൻ വിശ്വസിക്കുകയാണ്. നമ്മളൊക്കെ ജനിച്ചു. എങ്ങനെ ജനിച്ചു? മാതാപിതാക്കളാൽ ഈ ഭൂമിയിലേക്ക് ജനിക്കപ്പെട്ടവരാണ്. ആ ജനനത്തെയാണ് ജഡത്തിലുള്ള ജനനം എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ജഡത്തിൽ ജനിച്ചു. അത് ജഡമാണ്. അത് കാലം എത്ര കഴിഞ്ഞാലും അതിന് വിളിക്കുന്ന പേര് ജഡമാണ്. 78-ാം സങ്കീർത്തനത്തിൽ സ്വർഗത്തിലെ ദൈവം മനുഷ്യന്റെ അവസ്ഥയെ വിവരിക്കുമ്പോൾ ഇങ്ങനെയാ പറയുന്നത്, അവർ ജഡമത്രേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനാണെങ്കിൽ എല്ലാവരും ജഡമാണ്, ജഡമയമാണ്. ഈ ശരീരം എന്ന് പറയുന്നത് ഇതാകമാനം പാപനിമിത്തം ജഡമായിട്ട് തീർന്ന് പാപനിമിത്തം പാപത്തിന്റെ പട്ടികകൾ പൂരിപ്പിച്ച് മുന്നോട്ട് പോകുന്ന ജീവിതത്തിന്റെ ഉടമകളായിട്ട് നാം തീർന്നിരിക്കുകയാണ്. അപ്പോൾ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ എന്തുകൊണ്ട് കഴിയുകയില്ല? ഈ ജഡം കൊണ്ട് കഴിയുകയില്ല. സാധാരണ കൊച്ചുകുട്ടികൾക്ക് ഈ ആത്മീക കാര്യങ്ങൾ പങ്കുവെക്കുമ്പോൾ, പ്രത്യേകിച്ച് സുവിശേഷം പറയുമ്പോൾ പറഞ്ഞു വെക്കുന്ന ഒരു ദൃഷ്ടാന്തമുണ്ട്. മക്കളെ, കുഷ്ഠരോഗി നിങ്ങളുടെ കയ്യിലേക്ക് കൊണ്ടുവന്ന് നല്ലൊരു ലഡു തന്നാൽ നിങ്ങൾ വാങ്ങുമോ എന്ന് ചോദിക്കും. അപ്പോൾ അവന്റെ കൈ മുഴുവൻ കുഷ്ഠമാണ്. നാടുന്ന ആ ദുർഗന്ധം വമിക്കുന്ന കൈയുമായിട്ട് ഈ ലഡു കൊണ്ട് തന്നു കഴിഞ്ഞാൽ നിങ്ങൾ വാങ്ങുമോ? അപ്പൊ കുട്ടികൾ ഒരുപോലെ പറയും, എന്ത്
ഇതൊരിക്കൽ പോലും വാങ്ങാൻ കഴിയുകയില്ല. കാരണം ഈ ലഡു നല്ലതാണെന്ന് കുട്ടികൾക്ക് അറിയാം, പക്ഷെ കൊടുക്കുന്ന കൈ അത്ര ഉള്ള കൈയല്ല. ഞാൻ ഇങ്ങനെ പറയട്ടെ, ഇത്ര ലളിതമായ ദൃഷ്ടാന്തത്തിലൂടെ പറയട്ടെ, എന്റെയും നിങ്ങളുടെയും സകല പ്രവർത്തികളും കറപുരണ്ട തുണികൾ പോലെ ആയിത്തീർന്നിരിക്കുന്നത് കൊണ്ട്, നമ്മുടെ പ്രവർത്തികൾ കൊണ്ട്, നാം ചെയ്യുന്നത് കൊണ്ട്, നമ്മുടെ ജഡത്തിന്റെ പാപം നമ്മളിൽ ഉള്ളിടത്തോളം കാലം ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുകയില്ല. ഇത് കേട്ട ആദ്യമായിട്ട് ഈ ഒരു ആശയം കേട്ട പരീക്ഷന്മാരുടെ പ്രമാണിയായ നിക്കോദെമോസ് ഞാൻ ഇങ്ങനെ വിചാരിക്കുക, നമ്മുടെ ശിരസ്കനായി നിന്ന് കാണും, ആ മനുഷ്യൻ ആശ്ചര്യത്തോടെ നിന്ന് കാണും. അവിടെ വെച്ചപ്പോൾ യേശു അവനോട് മറ്റൊരു കാര്യം പറഞ്ഞു കൊടുത്തു. അവനൊരു പരീക്ഷന്റെ പ്രമാണിയായതുകൊണ്ട് ന്യായപ്രമാണത്തെ വ്യക്തമായിട്ട് അറിയാം. യേശു കർത്താവ് അവന് അതിന്റെ യഥാർത്ഥ അർത്ഥം മനസ്സിലാക്കി കൊടുത്തു. എന്താ ആത്മാവിൽ ജനിക്കുക എന്ന് പറഞ്ഞാൽ, അതിന് പറയാൻ ഒരു ദൃഷ്ടാന്തം പഴയ നിയമത്തിൽ സംഖ്യാപുസ്തകം 21 നടത്തിയെടുത്തിട്ടാ പറഞ്ഞത്. എന്താ പറഞ്ഞത്? കർത്താവ് പറയുകയാണ്, മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. ഇത് രാത്രിയിൽ കേട്ടുകൊള്ളണം. യേശു കർത്താവ് ഒരുവൻ ആത്മാവിനാൽ ജനിക്കണം, ആത്മസ്വഭാവത്തിന്റെ ഉടമയായി തീരണമെന്ന് യേശു പഠിപ്പിച്ചപ്പോൾ പള്ളി പ്രമാണിയായ നിക്കോദെമോസിനോട് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് പോലും മനസ്സിലാക്കാൻ കഴിയില്ല. യേശുവിന്റെ ദൃഷ്ടാന്തം ന്യായപ്രമാണത്തിൽ നിന്നെടുത്തു. ന്യായപ്രമാണത്തെ അണുവിട തെറ്റാതെ വായിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്ന പരീക്ഷന്മാരിൽ അഗ്രഗണ്യനായ നിക്കോദെമോസ് ആ വാർത്ത കേട്ടപ്പോൾ ചിന്തിക്കുവാൻ തുടങ്ങി. അവനോട് പറയുക, മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെ ഉയർത്തേണ്ടതാകുന്നു. എന്താ അവിടെ സംഭവിച്ചത്? നിങ്ങൾക്കറിയാം, ജനത്തിന്റെ പാപനിമിത്തം അവർ ദൈവത്തിനെതിരായിട്ട് സംസാരിക്കുകയും പിറുപിറുക്കുകയും ചെയ്തപ്പോൾ ദൈവം ഇസ്രായേൽ ജനത്തിനിടയിലേക്ക് അഗ്നിസർപ്പങ്ങളെ അയച്ചു എന്നാണ് വായിക്കുന്നത്. സർപ്പം വന്ന് ജനത്തെ കടിച്ചു, അനേകര് മരിച്ചു. അങ്ങനെ അനേകര് മരിച്ചപ്പോൾ ആകെ ബുദ്ധിമുട്ടായിട്ട് തീർന്നു. ദൈവം മോശയോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യാൻ, എന്ത് ചെയ്യാ? നീ ഒരു അഗ്നിസർപ്പത്തെ താമ്രം കൊണ്ട് ഉണ്ടാക്കി കൊടിമരത്തിന്മേൽ തൂക്കാൻ പറഞ്ഞു. നിങ്ങൾക്കറിയാമോ, ലോകത്തിൽ ഞാൻ ഈ ഭാഗം ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു വശത്ത് പറഞ്ഞാൽ ലോകം ഇത് നോക്കി ലോകങ്ങളുടെ ഏറ്റവും വലിയ വിഡ്ഢിയാണ് ഇതെന്ന് പറയാൻ സാധ്യതയുണ്ട്. കാരണം പാമ്പ് കടിച്ചാൽ എവിടെ നോക്കിയാൽ മതി? പാമ്പ് കടിച്ച വിഷപ്പാമ്പാണ്. വിഷപ്പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ എവിടെ നോക്കാനാ പറയുന്നേ? താമ്ര സർപ്പത്തെ. ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു, പാമ്പ് കടിച്ചാൽ നമ്മൾ ആദ്യം എന്താ ചെയ്യുന്നത്? കടിക്കാതിരിക്കട്ടെ. പാമ്പ് കടിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? ഞാൻ ഇന്ന് മുഴുവൻ പാമ്പിന്റെ കാര്യമാണ് പറഞ്ഞത്. പാമ്പ് കടിച്ചാൽ എന്താ ചെയ്യുന്നത്? ആശുപത്രി പോലേ? അല്ല, എന്നാലും പാമ്പ് കടിക്കുമ്പോൾ എന്താ ചെയ്യുന്നത്? ഇനിയും നമ്മൾ അറിയാത്ത തിയറികൾ ഒത്തിരി വരും. ഞാൻ അതൊന്നും പരസ്യമായിട്ട് ഇവിടെ പറയുന്നില്ല. പല തിയറിയുണ്ട്. കയ്യിൽ കീറി കെട്ടും എന്നൊക്കെ നമ്മൾ പറയും. പാമ്പ് കടിച്ചാൽ കാലിലാ കടിക്കുന്നെങ്കിൽ നമ്മൾ ഉടനെ എന്ത് ചെയ്യും? കാലിലേക്ക് കൈകൊണ്ട് പിടിച്ച് കുനിഞ്ഞിരിക്കുകയുള്ളൂ. നേരെ ഇരിക്കുവോ? ഇല്ല, കടിച്ച ഭാഗത്തേക്ക് നോക്കിയിരിക്കുകയുള്ളൂ. ഇവിടെ കൊടുത്തേക്കുന്ന തിയറി എന്താ? ഇവിടെ പറയുക, പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ ഈ അഗ്നിസർപ്പത്തെ മുകളിലേക്ക് നോക്കണം. ഞാൻ ചോദിക്കുന്നത്, ഈ താമ്ര സർപ്പത്തെ ഉണ്ടാക്കിയിട്ടിരിക്കുന്നതിലെ നോക്കിയാൽ ഏതെങ്കിലും തരത്തിൽ സൗഖ്യം വരുമോ? മാനുഷികമായിട്ട് പറഞ്ഞാൽ ഒരിക്കലും വരത്തില്ല. വൈദ്യശാസ്ത്രത്തിന് പണ്ട് ഈ ചുഴലി എന്ന് പറയുന്ന അസുഖമുണ്ട്. ഇവിടെ എന്തായാലും പേര് പറയുന്നത് എനിക്കറിയത്തില്ല. അതിന് നമ്മുടെ നാട്ടിൽ ചെയ്തുകൊണ്ടിരുന്നത്, ഈ രോഗം വന്നു കഴിയുമ്പോൾ ഉടനെ എന്ത് ചെയ്യും? ചിലര് വെട്ടുകത്തി എടുത്തോണ്ട് വരും, ചിലര് താക്കോൽക്കൂട്ടം എടുത്തോണ്ട് വരും. എന്തൊക്കെ ചെയ്യാമോ ഇരുമ്പൊക്കെ കൊണ്ട് പിടിപ്പിച്ച് നിർത്തും ഈ അസുഖത്തെ മാറ്റാൻ. പണ്ടത്തെ ഒരു ട്രീറ്റ്മെന്റ് അവിടെ നിൽക്കട്ടെ, ഞാൻ അതിലേക്കൊന്നും വരുന്നില്ല. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈ താമ്രസർപ്പത്തെ നോക്കുക. പ്രിയപ്പെട്ടവരെ, താമ്രസർപ്പത്തെ നോക്കുക എന്ന് പറയുന്നത് അവിടെ നിങ്ങളൊന്ന് മനസ്സിലാക്കണം. താമ്രസർപ്പവുമായിട്ട് അഗ്നിസർപ്പം കടിച്ചതിന് യാതൊരു ബന്ധവുമില്ല. എന്നാൽ സ്വർഗത്തിലെ ദൈവം പറയുക, നിനക്ക് ഇവിടുന്ന് ജീവൻ ലഭിക്കണമെങ്കിൽ, ഈ പാമ്പിന്റെ കടിയേറ്റ് നീ മരിക്കാതിരിക്കണമെങ്കിൽ നീ ഒറ്റ കാര്യം ചെയ്താൽ മതി. വെറുതെ നോക്കിയാൽ പോരാ. ഞാൻ അവിടെ നോക്കിയാൽ എനിക്ക് ജീവൻ ലഭിക്കുമെന്ന വിശ്വാസത്താൽ നീ എന്ത് ചെയ്തോളുക? അവിടേക്ക് നോക്കുക. താമ്ര സർപ്പത്തിന് ശക്തി ഉണ്ടായിട്ടല്ല, ആയിരിക്കുന്ന താമ്രത്തിന് ശക്തി ഉണ്ടായിട്ടല്ല, പിന്നെന്താണ്? ആ വിശ്വാസമുണ്ടല്ലോ, നിനക്ക് വേണ്ടുന്ന വിശ്വാസം. അവിടെ നോക്കിയാൽ ഈ മാരകമായ വിഷം ഉള്ളിൽ ചേർന്നിരിക്കുന്നത് അതിനെ യാതൊരു നിലയിലും മരണകാരണമായി തീരാതിരിക്കുവാൻ ഞാൻ അവിടെ നോക്കിയാൽ മതിയെങ്കിൽ വിശ്വാസത്തിന്റെ കണ്ണാൽ അവിടേക്ക് നോക്കി ആളുകൾ സുഖപ്പെട്ടുവെന്ന ചരിത്രമാണ് സംഖ്യാപുസ്തകം 21 അധ്യായത്തിൽ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയട്ടെ, ഇവിടെ യേശു കർത്താവ് പറഞ്ഞു, നിനക്കറിയാമല്ലോ. എന്തറിയാം? അന്ന് മരിച്ച് പാമ്പിന്റെ കടിയേറ്റ് അനേകർ മരിച്ചവിടെ വീണപ്പോൾ പാമ്പിന്റെ കടിയേറ്റവർക്ക് രക്ഷ പ്രാപിക്കുവാൻ ഒരു താമ്രസർപ്പത്തെ കൊടിമരത്തിൽ ഉയർത്തിയില്ലയോ? അതൊരു നിഴലായിരുന്നു. അതിന്റെ പൊരുളാണ് നീ കാണാൻ പോകുന്നത്. താമസമിത അതിനാ ഞാൻ വന്നിരിക്കുന്നത്.
ആയിരിക്കുന്നത്. അതുകൊണ്ടല്ലയോ 3-ാം അധ്യായം 15-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അങ്ങനെയെങ്കിൽ സ്വർഗത്തിലെ ദൈവം പാപത്താൽ നശിച്ചു പോയ, പാപിന്റെ കടിയേറ്റം, പാപത്തിന്റെ ഭാരവും പേറി നടന്നുപോയ മനുഷ്യവർഗത്തെ ഉദ്ധരിക്കുവാൻ, ജീവൻ കൊടുക്കുവാൻ, മരണത്തിന് അടിമകളായിരുന്ന മനുഷ്യനെ മരണത്തിൽ നിന്ന് മോചിപ്പിക്കുവാൻ ഉയർത്തിയിരിക്കുന്ന രക്ഷയുടെ ഇടമാണ് കാൽവറിയിലെ ക്രൂശ് എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ ദൈവപുത്രൻ ക്രൂശിതനായിരിക്കുന്നതിന്റെ കാരണം എന്ന് പറയുന്നത്. അപ്പോൾ ഇതെങ്ങനെയാ പിന്നെ സാധിക്കുന്നത്? ആത്മാവിനാൽ ജനിക്കുക എന്ന് പറഞ്ഞാൽ ഈ ക്രിസ്തുവിനെ ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കുക. അങ്ങനെ ഏറ്റെടുക്കുമ്പോഴാണ് ആരായിത്തീരുന്നത്? ദൈവമക്കളായിട്ട്, ആത്മാവിൽ ജനിച്ചവരായിട്ട് തീരുന്നത്. കർത്താവിന് സ്തോത്രം. ഇവിടെ വന്നിരിക്കുന്ന ഭൂരിപക്ഷം ആളുകളും, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കർത്താവിനെ ഏറ്റെടുത്തവരും ദൈവമക്കളുമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. അങ്ങനെ ഒരു അനുഭവത്തിൽ ഇതുവരെയും എത്തിച്ചേർന്നിട്ടില്ലാത്ത ആരെങ്കിലും ഇന്ന് രാത്രി കേൾക്കുന്നെങ്കിൽ, ജഡത്താൽ ജനിച്ചത് ജഡം, ഈ ജഡം കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാമെന്ന് ഒരിക്കൽ പോലും ചിന്തിക്കരുത്. നിങ്ങൾ ആത്മാവിനാൽ ജനിച്ചേ മതിയാവുകയുള്ളൂ. ആത്മാവിനാൽ ജനിക്കുവാൻ ചെയ്യേണ്ടത്, ക്രൂശിൽ നിങ്ങൾക്ക് വേണ്ടി മരിച്ച ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഏറ്റെടുത്ത് കർത്താവും നായകനുമായിട്ട് അംഗീകരിച്ചു കഴിയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ മക്കളായി തീരുവാനിടയാകും. യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം 1-ാം വാക്യത്തിൽ നാം വായിക്കുന്ന പോലെ, കാൺമീൻ നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു എന്നുള്ളത് പോലെ ദൈവമക്കൾ എന്ന പട്ടികയിലേക്ക് വന്ന് ആത്മാവിന്റെ ഒരു ജനനം ലഭിക്കുന്നവരായിട്ട് നിങ്ങൾ തീരും. അങ്ങനെ ഒരു ജീവിതത്തിലേക്ക് വരുവാൻ സ്വർഗം നിങ്ങൾക്ക് കൃപ നൽകി സഹായിക്കുമാറാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഞാൻ വിഷയത്തിലേക്ക് വീണ്ടും വരട്ടെ. അപ്പോൾ ജഡാഭിലാഷം ഉള്ളവർക്ക് ജഡം കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുകയില്ല. പിന്നെ വേണ്ടിയത് ആത്മസ്വഭാവമാണ്. ആത്മസ്വഭാവം ഉള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാനായിട്ട് കഴിയും. അതുകൊണ്ട് 1-ാം അധ്യായത്തിൽ ഉപദേശം കൊടുത്തു. എന്താണ് ഉപദേശം? ദൈവത്തെ നിങ്ങൾ പ്രസാദിപ്പിക്കണം. ഇസ്രായേൽ ജനം ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതിൽ പരാജയപ്പെട്ടു പോയി എന്നുള്ളത് പിന്നാലെ ഞാൻ സമയമുണ്ടെങ്കിൽ ഓർപ്പിക്കുന്നതാണ്. എന്നാൽ 2-ാം അധ്യായത്തെ ഞാനൊന്ന് സ്കിപ്പ് ചെയ്ത് കളയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ പഠനത്തിനും ചിന്തയ്ക്കും വേണ്ടി ആ ഭാഗം നിങ്ങൾ വായിച്ചു കൊള്ളുക. 3-ാം അധ്യായത്തിലേക്ക് ഒന്ന് വരാം. 3-ാം അധ്യായത്തിലെ ജനത്തിന്റെ പാപത്തെ സംബന്ധിച്ച് വളരെ പെട്ടെന്ന് ചില ആശയങ്ങൾ ഞാനൊന്ന് പറയാം. 3-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. 3-ാം അധ്യായം 8-ാമത്തെ വാക്യം. മതി. ഒന്ന്, ആ ജനത്തിന്റെ പാപത്തെ കുറിച്ച് ദൈവം പറയുക, നിങ്ങൾ എന്നെ തോൽപ്പിക്കുന്നു. അപ്പൊ ദൈവത്തെ തോൽപ്പിക്കുന്ന ഒരു പ്രവണത ആർക്കുണ്ടായിരുന്നു? ഇസ്രായേൽ മക്കൾക്കുണ്ടായിരുന്നു. അപ്പോൾ ദൈവം പറയുകയാണ്, നിങ്ങൾ എന്നെ തോൽപ്പിക്കുന്നു. അവിടുത്തെ പശ്ചാത്തലം ദശാംശം എന്നുള്ളതാണ്. എനിക്ക് അല്പം പറയണമെന്നുണ്ട്, ആഗ്രഹമുണ്ട്. ആ വിഷയം ഈ ദിവസങ്ങളിലൊക്കെ ദശാംശമാണ് എല്ലായിടത്തെയും പ്രശ്നമായി തീർന്നുകൊണ്ടിരിക്കുന്നത്. വാട്സപ്പ് തുറന്നാൽ ദശാംശം, ഫേസ്ബുക്ക് തുറന്നാൽ ദശാംശം, യൂട്യൂബ് തുറന്നാൽ ദശാംശം, ഇൻസ്റ്റഗ്രാം തുറന്നാൽ ദശാംശം, എവിടെയും ദശാംശ കച്ചവടമാണ്. അതുകൊണ്ടൊന്ന് വിവരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. സമയമുണ്ടെങ്കിൽ ആ ഭാഗം നമുക്ക് ചിന്തിക്കാം. എന്നാൽ ഇവിടെ ഒരു പ്രശ്നമുണ്ടായത്, ഇവിടെ ദൈവം പറയുക, നിങ്ങൾ എന്നെ തോൽപ്പിക്കുക. ദൈവം ഇസ്രായേൽ ജനത്തിന് കൊടുത്തിരുന്ന കൃത്യമായ ഉപദേശത്തിൽ ഒന്നായിരുന്നു എന്തെന്ന് പറയുന്നത്, ദശാംശം എന്ന് പറയുന്നത്. 10-1 ദൈവത്തിനുള്ളതാ, 100-10 ദൈവത്തിനുള്ളതാ. അതിനൊരു മാറ്റവുമില്ല. അതിന് കാരണം ദൈവം പറഞ്ഞത്, നിങ്ങൾ നട്ടുവെച്ചതേ ഉള്ളൂ. നിങ്ങൾ ഒരിക്കൽ പോലും പ്രതീക്ഷിക്കാത്ത നിലയിൽ തക്ക സമയത്ത് മഞ്ഞും മഴയും കൊടുത്ത് വെട്ടിക്കിളിയും തുള്ളലും തിന്നുകളയാതെ നിങ്ങൾ നട്ടുവെച്ചതൊക്കെയും നിങ്ങൾക്ക് ഫലമാക്കി തന്നത് ഞാനാ. അതുകൊണ്ട് കൃഷിയുടെ 10-1 ആർക്കുള്ളതാണ്? എനിക്കുള്ളതാ. ദേവാലയത്തിലേക്ക് കൊണ്ടുവരണം. ഇതൊരു കമ്പൽസറി ആയിരുന്നു. ഇത് അങ്ങനെയാ ദൈവം അവർക്ക് കൊടുത്തിരുന്നത്. അതുകൊണ്ട് ഈ പുതിയ നിയമകാലത്തും ദശാംശം എന്ന് പറയുന്ന ആ ആശയത്തെ ആളുകൾ തെറ്റായി വ്യാഖ്യാനിക്കാറുണ്ട്. ഞാൻ ഇങ്ങനെ പറയാം, ദശാംശം ദൈവത്തിന് കൊടുക്കുന്നതിൽ ഒരു തെറ്റുമില്ല. അത് ചെയ്യുന്നത് ദൈവത്തിന്റെ അനുഗ്രഹത്തിന് കാരണം തന്നെയാ. എന്നാൽ പൗലോസ് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അല്പം കൂടി ചേർത്താണ് ആശയത്തെ സൂചിപ്പിക്കുന്നത്. നാം കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൽ ഇങ്ങനെയാണല്ലോ വായിക്കുന്നത്, എന്നാൽ ലോഭമായി വിതയ്ക്കുന്നവൻ, ചേർത്ത് പറയാം, എന്നാൽ ലോഭമായി വിതയ്ക്കുന്നവൻ ലോഭമായി കൊയ്യുമെന്നും ധാരാളമായി വിതയ്ക്കുന്നവൻ ധാരാളമായി കൊയ്യുമെന്നും ഓർത്തുകൊള്ളുവിൻ. അവനവൻ ഹൃദയത്തിൽ നിശ്ചയിച്ചതുപോലെ
ആ വാക്യം മാത്രം പഠിച്ചിട്ടില്ല എന്ന് തോന്നുന്നു, പ്രശ്നമാണല്ലോ. അവനവൻ ഹൃദയത്തിൽ നിശ്ചയിച്ചതുപോലെ കൊടുക്കട്ടെ. അടുത്ത വാക്ക്, സങ്കടത്തോടെ അരുത്, നിർബന്ധത്താൽ അരുത്, സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ കൊടുക്കുക എന്ന് പറയുന്നതിന്റെ അകത്തുള്ള ആശയത്തെ പൗലോസ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ വിഭാഗിച്ചു കൊടുത്തു. വിശുദ്ധന്മാർക്കുള്ള ധർമ്മശേഖരത്തിന്റെ കാര്യത്തോടുള്ള ബന്ധത്തിൽ അത് പറഞ്ഞിട്ട് പറയുക, ഒരുത്തൻ കരഞ്ഞുകൊണ്ട് കൊടുക്കരുത്. ഞാൻ ഇങ്ങനെ പറയാൻ മനസ്സിലാക്കാൻ ദൈവജനമുണ്ടല്ലോ. ഈ അടുത്തിടെ ഞാൻ ഒരാൾ എന്നോട് പറഞ്ഞൊരു കാര്യമാണ്, ഈ സ്തോത്ര കാഴ്ച എടുത്തു കഴിഞ്ഞ്, നമ്മൾ സ്തോത്ര കാഴ്ച സഭയിലെ എടുക്കാറുള്ളൂ, വെളിയിൽ എടുക്കാറില്ല. അങ്ങനെ സ്തോത്ര കാഴ്ച സഭയ്ക്കുള്ളിൽ എടുത്തു കഴിഞ്ഞപ്പോൾ ഈ സ്തോത്ര കാഴ്ച എണ്ണുന്ന സമയത്ത് ഒരു അപ്പച്ചൻ ഇങ്ങനെ വട്ടം കറങ്ങുക ഇതിന് ചുറ്റും നിന്ന്. അപ്പൊ ഇവർക്ക് മനസ്സിലായി എന്തോ ഒരു സംഭവം ഉണ്ട് എന്ന് മനസ്സിലായി. അങ്ങനെ ചോദിച്ചു, അപ്പച്ച എന്താ കാര്യം, എന്താ ഇവിടെ നിന്ന് ഇങ്ങനെ കറങ്ങുന്നത്? അപ്പൊ അപ്പച്ചൻ പറയും, എനിക്കൊരു അബദ്ധം പറ്റി. എന്താ അബദ്ധം? അബദ്ധം പറഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞു, എൻ്റെ 510 രൂപയാണ് പോക്കറ്റില് ഉണ്ടായിരുന്നത്. ഞാൻ ഇട്ടപ്പം നോട്ട് മാറിപ്പോയി. എത്ര വീണു? 500 വീണു. 10 പോക്കറ്റിലായി പോയി. ഞാൻ ഉദ്ദേശിച്ച എത്രയാ? 10 ഇടാനാണ് ഉദ്ദേശിച്ചത്. എനിക്ക് 500 വേണം എന്ന് പറഞ്ഞു. അവർ പറഞ്ഞു, ഒരു സംശയമില്ല, അതിനെന്താ കുഴപ്പം, 500 പിടിച്ചോളാൻ പറഞ്ഞ് 10. ഞാൻ പറഞ്ഞതിൻ്റെ ആശയം മനസ്സിലായോ? ഈ അബദ്ധം പറ്റിയാണെങ്കിൽ 500 കൊടുത്തു, മനസ്സില്ലാതെ കൊടുക്കുന്നെങ്കിൽ 500 പോയെന്ന് മാത്രം കൂട്ടി ഒരു ദൈവത്തിൽ നിന്ന് പോലും കളക്ഷൻ ലഭിക്കില്ല. എന്ന് പറഞ്ഞാൽ ദൈവത്തിന് ഞാനും നിങ്ങളും കൊടുക്കുന്നത് മനസ്സോടെ കൊടുക്കണം. ഇടടാ എന്ന് പറഞ്ഞ് കൊടുക്കുന്നതല്ല, രാത്രി ഫോൺ കോൾ വരുമ്പോൾ കേൾക്കുന്നതല്ല, രാത്രിയുടെ യാമത്തിന് വന്നിട്ട് ഒരാളുടെ പ്രഷർ കൊണ്ട് ഇടിപ്പിക്കുന്നതല്ല. അത് കൊടുത്ത നിങ്ങളുടെ പണം വേസ്റ്റ് ആണ്. ഇന്ന് രാത്രി പണം കൊതിക്കുന്ന ദൈവമല്ല, ദൈവത്തിന് നമ്മുടെ വീട്ടിലെ പണം വേണ്ട. അതുകൊണ്ട് ഇന്ന് രാത്രി പറയട്ടെ, ലോഭമായി വിതയ്ക്കുന്നവൻ ലോഭമായി കൊയ്യും, ധാരാളമായി വിതച്ചാൽ ധാരാളമായി കൊയ്യും. എന്നാൽ കൊടുക്കുന്നതിന്റെ കൃത്യമായിരിക്കുന്ന ഉപദേശം കൊടുക്കുകയാ. ഹൃദയത്തിൽ നിശ്ചയിച്ചതുപോലെ കൊടുക്കണം. കൊടുത്തിട്ടിരുന്ന് കരയരുത്, സങ്കടത്തോടെ അരുത്, നിർബന്ധത്താൽ അരുത്. പിന്നെ എങ്ങനെ കൊടുക്കണം? സന്തോഷത്തോടെ കൊടുക്കണം. സന്തോഷത്തോടെ കൊടുക്കുന്ന ദൈവജനത്തിനായിട്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. അതാണ് ഉപദേശം. പക്ഷേ പഴയ നിയമത്തിലെ ഉപദേശം അങ്ങനെയല്ല. അത് കമ്പൽസറി ആയിരുന്നു. ദശാംശം ദേവാലയത്തിലേക്ക് കൊണ്ടുവരണം. ഈ ജനം എന്ത് ചെയ്തു? ദശാംശത്തെ കൊണ്ടുവന്നില്ല. അപ്പോൾ ദൈവം ചോദിച്ചു, മനുഷ്യർക്ക് ദൈവത്തെ തോൽപ്പിക്കാമോ? ഉത്തരവിതാണ്, പറ്റില്ല, ഒരിക്കലും തോൽപ്പിക്കാൻ പറ്റില്ല. എന്നാൽ ദൈവം പറയാം, നിങ്ങൾ എന്നെ തോൽപ്പിച്ചു കൊണ്ടിരിക്കുക, ദശാംശം നിങ്ങളുടെ വീടുകളിൽ വെച്ചിരിക്കുന്നു, ദേവാലയത്തിലേക്ക് നിങ്ങൾ ദശാംശം കൊണ്ടുവരുന്നില്ല എന്ന് പറഞ്ഞു. അടുത്ത വാക്ക് ദൈവം പറയുകയാണ്, നിങ്ങൾ എന്നെ ഒന്ന് പരീക്ഷിപ്പിൻ. ലോകത്തിൽ ബൈബിൾ പഠിച്ചിട്ടുള്ള ആളുകൾക്കറിയാം, ദൈവത്തെ പരീക്ഷിക്കാൻ പറഞ്ഞ ഒരൊറ്റ കാര്യമാണ് ഏത്? ഈ പണം കൊടുക്കുന്ന കാര്യം, ദശാംശം കൊടുക്കുന്ന കാര്യം. അതിൽ ദൈവം പറയാം, നിങ്ങൾ എന്നെ ഒന്ന് പരീക്ഷിച്ചു നോക്ക്, എനിക്കൊന്ന് തന്നു നോക്ക്. അടുത്ത വാക്ക്, ഞാൻ നിങ്ങൾക്ക് സ്ഥലം പോരാതെ വരുവോളം ആകാശത്തിന്റെ കിളിവാതിലുകളെ തുറന്ന് അനുഗ്രഹം ചൊരികയില്ലയോ എന്ന് നിങ്ങൾ ഇതിനാൽ എന്നെ പരീക്ഷിപ്പീരെന്ന് പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, ദൈവം എങ്ങനെയാ പരീക്ഷിച്ചിട്ട് പറഞ്ഞത്? ദൈവത്തെ എങ്ങനെ പരീക്ഷിക്കാനാ പറഞ്ഞത്? ഞാൻ നിങ്ങൾക്ക് സ്ഥലം പോരാതെ വരുവോളം അനുഗ്രഹം തരികയില്ലയോ? ഇത് എവിടുന്ന് കൊടുക്കുമെന്നാ പറഞ്ഞത്? ആകാശത്തിന്റെ കിളിവാതിൽ തുറന്ന്. നിങ്ങൾക്കറിയാമോ, ഇതിനു മുമ്പ് എപ്പോഴെങ്കിലും ഈ ആകാശത്തിന്റെ കിളിവാതിൽ തുറന്നിട്ടുണ്ടോ? ദൈവമക്കളാണല്ലോ ഇരിക്കുന്നത്. തുറന്നിട്ടുണ്ടോ? തുറന്നു. എന്നാ തുറന്നത്? നോഹയുടെ കാലത്ത് തുറന്ന ഒരു ചരിത്രമുണ്ട്. തുറന്നപ്പോൾ എന്താ സംഭവിച്ചത് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം പറയുക. അന്ന് തുറന്നപ്പോൾ ആകാശത്തിന്റെ കിളിവാതിലുകൾ തുറന്നപ്പോൾ താഴേക്ക് വെള്ളമുണ്ടായി. ഈ ഭൂതലത്തിന്റെ മണ്ണിലുണ്ടായിരുന്ന ഏറ്റവും വലിയ കൊടുമുടി വരെയും ഈ വെള്ളത്താൽ നിറഞ്ഞ് ഭൂമി മുഴുവൻ വെള്ളത്താൽ നിറയപ്പെട്ടു. ആകാശം തുറക്കപ്പെട്ട് കഴിഞ്ഞാൽ എന്താ ഉണ്ടാകുന്നത്? ഭൂമി നിറയപ്പെടും. എന്താ ദൈവം പറഞ്ഞതിന്റെ അർത്ഥം? ഞാൻ വീണ്ടും തുറക്കാം. എങ്ങനെ തുറക്കാം? നിന്നെ അനുഗ്രഹിക്കുവാൻ വേണ്ടി. നീ എനിക്ക് കൊണ്ടെത്താ, നീ പിശുക്ക് കാണിക്കാതെ ദശാംശം എന്റെ അടുക്കലേക്ക് കൊണ്ടുവരിക. അങ്ങനെ കൊണ്ടുവന്നാൽ ഞാൻ അതുപോലെ നിന്നെ അനുഗ്രഹിക്കാം. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയട്ടെ, ആ വാക്ക് പോലും കേട്ടിട്ട് മനസ്സില്ലാതെ ദൈവത്തിന്റെ മുമ്പാകെ ദൈവത്തെ തോൽപ്പിക്കുന്ന ജനമായി ഈ ജനം തീർന്നു. അതാണ് അവരെ കുറിച്ച് വായിക്കുന്ന ഒന്നാമത്തെ അവരുടെ പാപം. രണ്ടാമത്തെ വാക്ക് നിങ്ങൾ നോക്കിക്കേ, 13-ാമത്തെ വാക്യം, 3:13. പെട്ടെന്ന് വായിക്കാം. 3:13 മതി. അവിടെ രണ്ടാമത് പറയുക, നിങ്ങളുടെ വാക്കുകൾ എൻ്റെ നേരെ
അതികഠിനമായിരിക്കുന്നു. ഇസ്രായേൽ ജനത്തിന്റെ വാക്കുകൾ ഇന്നലെ ഞാൻ ഓർപ്പിച്ചു. ന്യായവിധിയുടെ ദൈവം എവിടെ, ദോഷം പ്രവർത്തിക്കുന്നവരാണല്ലോ ദൈവം ഇഷ്ടം എന്നിങ്ങനെ പറയുന്ന വാക്കുകൾ പിന്നെയും പിന്നെയും ഉച്ചരിക്കുന്നു. മലാക്കിയുടെ പ്രവചനം 2-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിൽ പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ വാക്കുകളാൽ യഹോവയെ മുഷിപ്പിക്കുന്നു എന്ന് വായിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഇവർ പറയുന്നതൊന്നും ദൈവജനം എന്ന നിലയിൽ അവർക്ക് പറയാൻ പറ്റാത്ത വാക്കുകളായിരുന്നു. ഞാൻ ഇവിടെ ദൈവമക്കളോട് ഇങ്ങനെ പറയട്ടെ, നമ്മുടെ ഇടയിലും പറയാൻ പാടില്ലാത്തത് ഇപ്പൊ പറയുന്നുണ്ട്. ഒരിക്കൽ പോലും നമ്മുടെ അധരങ്ങളിൽ എടുക്കാൻ പാടില്ലാത്ത വാക്കുകൾ ദൈവജനത്തിന്റെ നാവിന്മേൽ വരുന്നുണ്ട്. പരസ്പരം ആക്രോശിക്കുകയും പരസ്പരം തമ്മിലടിക്കുകയും ചെയ്യുന്ന പാപത്തിന്റെ വഴികൾ ദൈവജനത്തിന്റെ ഇടയിലുണ്ട്. ഞാൻ പറയട്ടെ ദൈവമക്കളെ, നമുക്കൊരു മാറ്റം അനിവാര്യമാ. നിങ്ങൾ വാക്കുകളാൽ എന്നെ മുഷിപ്പിക്കുന്നു, നിങ്ങൾ എന്നെ വേദനിപ്പിക്കുകയാ. നിങ്ങളുടെ വായിലെ വാക്കുകൾ കൃപയോട് കൂടിയതായിരിക്കണം, ഉപ്പിനാൽ രുചി വരുത്തിയതായിരിക്കണം. ഈ പ്രമാണം മുഴുവൻ ഇരിക്കെ നിങ്ങൾ നിങ്ങളുടെ വായിലെ വാക്കുകളാൽ ദൈവത്തിനെതിരായിട്ട് പ്രവർത്തിക്കുന്നു, ദൈവത്തിന്റെ ജനത്തിനെതിരായിട്ട് പ്രവർത്തിക്കുന്നു, ദൈവദാസന്മാർക്കെതിരായി പ്രവർത്തിക്കുന്നു. അത് സ്വർഗം പൊറുത്തുകൊണ്ടിരിക്കുകയില്ല എന്നുള്ള കാര്യം നാം മനസ്സിലാക്കണം. അവിടേക്ക് ഞാൻ പോകുന്നില്ല. ആ ജനത്തിന്റെ 2-ാമത്തെ പാപം പറഞ്ഞത് അവർ വാക്കുകളാൽ വേദനിപ്പിക്കുന്ന ജനമായിരുന്നു. അതവരുടെ 2-ാമത്തെ പാപം. 7-ാമത്തെ വാക്യം വായിക്കാം. 3-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം. മതി. അവിടെ പറയുകയാണ്, നിങ്ങളിപ്പോ എന്തുകൊണ്ട് ചെയ്യുന്നില്ല, നിങ്ങളുടെ ചട്ടങ്ങളെ പ്രമാണിക്കുന്നില്ല. 119-ാം സങ്കീർത്തനത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, നിന്റെ ചട്ടങ്ങൾ എന്നുള്ള പദം ധാരാളം തവണ അത് ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ പറയുമ്പോഴാണ് പറയുന്നത്, ഞാൻ പരദേശിയായി പാർക്കുന്ന വീട്ടിൽ നിന്റെ ചട്ടങ്ങൾ എൻ്റെ കീർത്തനമാണ്. ഇതെല്ലാം ഉണ്ട്. നമ്മുടെ ഈ വീടുകളിൽ വന്നാൽ അറിയാമല്ലോ എന്തെല്ലാം വാക്യങ്ങൾ എഴുതി വെച്ചേക്കുന്നത്. ഹബാബിളിൻ്റെ അകത്ത് അധികമില്ല, ഒരെണ്ണങ്ങാണ്ടേ വെച്ചിട്ടുള്ളൂ. എങ്കിലും വീടുകളിലൊക്കെ ചെന്നാൽ ഒത്തിരി വാക്യം എഴുതി വെച്ചിട്ടുണ്ട്. മാലല്ല തലയാക്കും, നീ ഒരു അനുഗ്രഹ വിഷയമായിട്ട് തീരും, ഇങ്ങനെ ഒത്തിരി വാക്യങ്ങളുണ്ട്. ഇവിടെയും പറഞ്ഞതാ, ഇവരും പരദേശിയായി പാർക്കുന്ന വീട്ടിൽ ഇവർ പറയുക ചട്ടങ്ങൾ കീർത്തനമാകുന്നു, നിന്റെ ചട്ടങ്ങൾ പഠിപ്പാൻ തക്കവണ്ണം ഞാൻ കഷ്ടതയിലായത് എനിക്ക് ഗുണമായി. ഇങ്ങനെ എത്രയോ വാക്യങ്ങൾ ഇവരുടെ ഹൃദയത്തിലുണ്ട്. പക്ഷേ വാക്യങ്ങളൊക്കെ വീടിനകത്തുണ്ട്. എന്തില്ല അതിനെ പ്രമാണിക്കുന്നതിൽ അവര് പരാജയപ്പെട്ടു. പ്രിയപ്പെട്ട ദൈവമക്കളെ, മനസ്സിലായോ? ഇസ്രായേൽ ജനം ചട്ടങ്ങൾ അറിയാം, ന്യായപ്രമാണം അറിയാം. അവരുടെ ബുദ്ധിയിൽ ന്യായപ്രമാണമുണ്ട്. അവരുടെ ഹൃദയത്തിന്റെ പലകയിൽ സദൃശവാക്യം 3-ൽ പറയുന്നത് പോലെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതെല്ലാം അവരുടെ ഓർമ്മയിലുണ്ട്. അവർക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. പക്ഷേ അവരുടെ പ്രാക്ടിക്കലിൽ അതൊന്നുമില്ലാത്ത ഒരു കാലത്തായി അവരെത്തിച്ചേർന്നിരിക്കുന്നത്. അതുകൊണ്ട് സ്വർഗത്തിലെ ദൈവം അവരുടെ പാപത്തെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയുകയാണ്, നിങ്ങൾ എന്റെ ചട്ടങ്ങളെ പ്രമാണിക്കാതെ ആയിത്തീർന്നിരിക്കുന്നു. 3 പാപങ്ങൾ അവിടെ നാം വായിക്കുന്നു. 1, ദൈവത്തെ തോൽപ്പിക്കുന്ന ജനം. 2, നാം അവിടെ വായിച്ചു വാക്കുകളാൽ ദൈവത്തെ വേദനിപ്പിക്കുന്ന ജനം. 3, ദൈവത്തിന്റെ മുമ്പാകെ ചട്ടങ്ങൾ പ്രമാണിക്കാതെ ജീവിക്കുന്ന ജനം. ഇതാണ് 3-ാം അധ്യായത്തിൽ ആ ജനത്തിന്റെ പാപം. ആ 3-ാം അധ്യായത്തിൽ ദൈവം എങ്ങനെയാ ദൈവത്തെ വെളിപ്പെടുത്തുന്നത്? പെട്ടെന്ന് ഞാൻ പറഞ്ഞു പോകട്ടെ. 3-ാമത്തെ വാക്യം വായിക്കാം. 3-ാം വാക്യം. മതി. അവിടെ ഒരു വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് മാത്രം പെട്ടെന്ന് ഞാൻ എടുക്കട്ടെ. ഞാൻ എങ്ങനെയുള്ള ദൈവമാണെന്ന് അറിയാമോ? ദൈവം വെളിപ്പെടുത്തിയിട്ട് പറയുക, ഞാൻ ഇതൊന്നും കണ്ടിങ്ങനെ വിടുമെന്നാരും പ്രതീക്ഷിക്കേണ്ട. ഈ പാപത്തെ കണ്ട് കണ്ണടച്ച് കളയുമെന്ന് ആരും വിശ്വസിക്കേണ്ട. ഞാൻ എന്ത് ചെയ്യും? അല്ലയോ ഇസ്രായേൽ ജനമേ, അല്ലയോ ലേവി പുത്രന്മാരെ, അല്ലയോ പുരോഹിത വർഗമേ, ഞാൻ നിങ്ങളെ എന്ത് ചെയ്യും? ഞാൻ നിങ്ങളെ ശുദ്ധീകരിക്കുന്ന യഹോവയാണ്. ദൈവം വെളിപ്പെടുത്തിയിട്ട് പറയുക, ഞാൻ നിങ്ങളെ ശുദ്ധീകരിക്കും. ഒരു ശുദ്ധീകരണം നിങ്ങൾക്ക് അനിവാര്യമാണ്. ധാരാളം വേദഭാഗങ്ങൾ ആ വിഷയത്തെ സംബന്ധിച്ച് പറയുവാനായിട്ടുണ്ട്. ആഖാൻ ഒരു പാപം ചെയ്തു, ഹായി പട്ടണത്തിന് മുമ്പാകെ. അതുകൊണ്ട് ഇസ്രായേൽ ജനം പരാജയപ്പെട്ടു. അതിന്റെ കാരണം അന്വേഷിച്ച് ദൈവസന്നിധിയിൽ യോശുവ നെടുമ്പാട് വീട് കിടന്ന് കരയുകയുണ്ടായി. ദൈവം യോശുവയെ വിളിച്ചുണർത്തിയിട്ട് ചോദിച്ചു, നീ ഇങ്ങനെ സാഷ്ടാംഗം വീട് കരയുന്നത് എന്തിന്? എഴുന്നേൽക്ക എന്ന് പറഞ്ഞ് എഴുന്നേൽപ്പിച്ച് കരുത്തനാക്കി തീർത്ത് അവനോട് പറഞ്ഞു, ജനത്തെ നാളത്തേക്കും ശുദ്ധീകരിക്കുക, ജനത്തെ ഒന്ന് ശുദ്ധീകരിക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? എല്ലാവരെയും കൂട്ടിവരുത്തണം. എനിക്കൊരു കാര്യം അറിയാനുണ്ട്. ജനം പാപത്തിന് മുമ്പാകെയാണ് ആയിരിക്കുന്നത്. ഇവർ പരാജയപ്പെട്ടതിന്റെ കാരണം ഇതിനിടയിൽ എവിടെയോ അശുദ്ധി വ്യാപിച്ചിട്ടുണ്ട്. ഇന്ന് രാത്രി കേട്ടുകൊള്ളുക. ഇസ്രായേൽ എന്ന് പറയുന്ന ആ വലിയ ജനം ഹായ് എന്ന കൊച്ചു പട്ടണത്തിന് മുമ്പാകെ തകർന്നടിച്ചതിന്റെ കാരണം അവരെല്ലാം ചെയ്ത പാപമായിരുന്നില്ല. അവർ അനുഭവിച്ചിരിക്കുന്ന അവരുടെ പേരിന് അപമാനമായി തീർന്ന ഈ പ്രശ്നത്തിന്റെ കാരണം എന്ന് പറയുന്നത് എന്തായിരുന്നു? അവരിൽ ഒരുവൻ ചെയ്ത പാപമായിരുന്നു. ഇത് നാം ചിന്തിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ദൈവം അവരെ കൊണ്ടുവന്നു. എങ്ങനെയാ കൊണ്ടുവന്നതെന്ന് അറിയാം.
അവരെ കുലകുലമായി, ഗോത്രം ഗോത്രമായി, കുടുംബം കുടുംബമായി കൊണ്ടുവന്നിട്ട് അടുത്ത വാക്ക് പറയുന്നത് ഇങ്ങനെയാണ്. എവിടെ വരണം? രാവിലെ ആളാം പ്രതി യഹോവയുടെ സന്നിധിയെ കൊണ്ടുവരിക. ഓരോരുത്തരും അവിടെ വരുമ്പോൾ മുട്ടുവിറച്ചുകൊണ്ടാണ് വരുന്നത്. എല്ലാവർക്കും അവിടെ വരാൻ കഴിയുകയില്ല. ഒരു വസ്തുത നിങ്ങൾ മനസ്സിലാക്കണം. ഓരോരുത്തരെയും കൊണ്ടുവന്നപ്പോൾ അവിടെ ആഖാൻ പിടിക്കപ്പെടുവാൻ ഇടയായിട്ട് തീർന്നു. ആഖാൻ പിടിക്കപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, ഒരൊറ്റ മനുഷ്യന്റെ ചെയ്തി കൊണ്ട് ആളുകൾ മരിച്ചു വീണു. യോശുവ നെടുമ്പാട് വീണു. കരയേണ്ട അവസ്ഥയെത്തി. ജനങ്ങളുടെ മുമ്പാകെ പരിഹാസപാത്രമായിട്ട് തീർന്നു. ഇസ്രായേൽ ആകെ ഭയപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നു. ഞാനൊരു വാക്കിങ്ങനെ പറയട്ടെ. ദൈവസഭയോടുള്ള ബന്ധത്തിലും എല്ലാവരും ഒന്നുമല്ല കുഴപ്പം. പിന്നെയോ ദൈവസഭയ്ക്കകത്ത് ശുദ്ധീകരണമില്ലാതിരിക്കുന്ന ആളുകൾ ഉള്ളത് കൊണ്ട് ദൈവസഭയ്ക്ക് അപമാനമായി തീർന്നിരിക്കുന്നു. കഴിഞ്ഞ രാത്രിയിൽ പൗലോസ് പറഞ്ഞ അതേ വാക്ക് ഞാൻ വീണ്ടും ആവർത്തിച്ചു കൊള്ളട്ടെ. നിങ്ങൾ നിമിത്തം ദൈവനാമം ജാതികളുടെ ഇടയിൽ ദുഷിക്കപ്പെടുന്നതിന് കാരണമായിട്ട് തീർന്നുകൊണ്ടിരിക്കുക. ദൈവജനമേ, ഈ യാഥാർത്ഥ്യത്തെ തിരിച്ചറിയണം. പക്ഷെ ദൈവം പറയുക, ഇതിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയുകയില്ല. എന്ത് ചെയ്യും? ഞാൻ നിർമ്മലീകരിക്കും. എങ്ങനെയാ നിർമ്മലീകരിക്കുന്നത്? അടുത്ത വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ഞാൻ പൊന്നുപോലെയും വെള്ളി പോലെയും നിങ്ങളെ നിർമ്മലീകരിക്കും. പൊന്നും വെള്ളിയും എങ്ങനെയാ നിർമ്മലീകരിക്കുന്നത്? അത് തീയിലൂടെ കടത്തി വിട്ടിട്ട്. അങ്ങനാണെങ്കിൽ ഇവരോട് പറയുക, നിങ്ങളെ ഞാൻ ശിക്ഷിക്കാൻ പോവുകയാ. പരിശോധനയുടെ അമ്പുകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുത്തി നിങ്ങളെ ഞാൻ നിർമ്മലീകരിക്കാൻ പോവുക. കാരണം ഞാൻ ശുദ്ധീകരിക്കുന്ന യഹോവയാണ്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധീകരിക്കുവാൻ ധാരാളം ആവശ്യമുള്ള വിഷയമാണ്. നമുക്ക് ഏവർക്കും അറിയാം, 3 തരത്തിലുള്ള ശുദ്ധീകരണമാണ് പുതിയ നിയമത്തിൽ നമ്മെ പഠിപ്പിക്കുന്നത്. ഒന്ന് സ്ഥായീയ ശുദ്ധീകരണം. അത് സംഭവിച്ചു കഴിഞ്ഞു. രക്ഷിക്കപ്പെട്ട സമയത്ത് നമുക്ക് ഓരോരുത്തർക്കും പാപത്തിൽ നിന്നുള്ള ശുദ്ധീകരണം ലഭിച്ചു. 1 യോഹന്നാൻ 1:7 വാക്യത്തിൽ വായിക്കുന്ന പോലെ അവിടുത്തെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിച്ചു. അങ്ങനെ ഒരു സ്ഥായീയ ശുദ്ധീകരണം നമുക്ക് സംഭവിച്ചത് ഒരു ലൈസൻസ് ആയിട്ട് ആരും കരുതരുത്. ഇത് നമുക്ക് ലഭിച്ച ലൈസൻസാ. എനിക്ക് ഇഷ്ടം പോലെ ജീവിക്കുക എന്നുള്ളതല്ല അതിന്റെ അടിസ്ഥാനം. മറിച്ച് അങ്ങനെ ഒരു ശുദ്ധീകരണം ലഭിച്ചത് കൊണ്ട് നമുക്കിനി അടുത്തൊരു ശുദ്ധീകരണം വേണം. അതെങ്ങനെയാണെന്നറിയാമോ? അനുദിന ശുദ്ധീകരണം. എല്ലാ ദിവസവും കിടക്കയിലേക്ക് പോകുന്നതിന് മുമ്പേ ഞാനൊരു വാക്കിങ്ങനെ പറയട്ടെ. ദൈവം മുമ്പാകെ നിന്ന്, കർത്താവേ, എന്റെ ഹൃദയത്തിൽ, എന്റെ ചിന്തയിൽ, എന്റെ നിരൂപണത്തിൽ, എന്റെ വാക്കിൽ, എന്റെ പ്രവൃത്തിയിൽ, എന്റെ നോട്ടത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള കന്മക്ഷങ്ങൾ ഉണ്ടോ എന്ന് ഒരു സ്വയപരിശോധന നടത്തി അങ്ങനെ ഉണ്ട് എന്ന് വരികിൽ ദൈവം മുമ്പാകെ അതിനെ ഏറ്റുപറഞ്ഞ് ഒരു ശുദ്ധീകരണം പ്രാപിക്കുക എന്നുള്ളതാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അനുദിന ശുദ്ധീകരണം കൊണ്ട് ആ ദൈവത്തിന്റെ വചനം നമ്മെ ഓർപ്പിക്കുന്നത്. ഇനി മൂന്നാമതൊരു ശുദ്ധീകരണമുണ്ട്. നമ്മൾ എത്രയൊക്കെ ചെയ്താലും നമ്മുടെ ഈ ശരീരം അത്ര നല്ലത് അല്ല. നിങ്ങൾക്കെല്ലാം അറിയാം, ഇതിന്റെ പേരാണല്ലോ ജഡമെന്ന് പറയുന്നത്. നാം ഈ ജഡമയമായ ശരീരത്തിലാണ് ജീവിക്കുന്നത്. അപ്പോൾ ഇതിനൊരു കുഴപ്പമുണ്ട്. ഇതെപ്പോഴും തെറ്റ് ചെയ്യാനും പാപം ചെയ്യാനും അങ്ങനെയുള്ള വഴികളേക്ക് മാത്രം ശ്രദ്ധ ചെലുത്തുന്നത്. അതുകൊണ്ടല്ലയോ ധന്യനായ പൗലോസ് പോലും ഇങ്ങനെ പറഞ്ഞത്, ഞാൻ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ജഡത്തിൽ നിന്നൊരു ശുദ്ധീകരണം നമുക്ക് വേണം. അതിനെ അന്തിമ ശുദ്ധീകരണം എന്നാണ് പറയുന്നത്. അത് സംഭവിക്കും. എപ്പോഴാണ് സംഭവിക്കുന്നത്? നമ്മുടെ ഈ ശരീരം മണ്ണോട് ചേർക്കപ്പെടുകയോ രൂപാന്തരം പ്രാപിക്കുകയോ ചെയ്തു കഴിയുമ്പോൾ ആ ശുദ്ധീകരണം നമുക്ക് ലഭിക്കും. അതാണ് അന്തിമമായിരിക്കുന്ന ശുദ്ധീകരണം. അപ്പോൾ 3 തരത്തിലുള്ള ശുദ്ധീകരണത്തെ ദൈവത്തിന്റെ ആത്മാവ് ചൂണ്ടിക്കാണിക്കുകയാണ്. ഞാൻ ഇങ്ങനെ പറയട്ടെ, അതുകൊണ്ട് ഈ ദൈവം എങ്ങനെയുള്ള ദൈവമാ? ശുദ്ധീകരിക്കുന്ന ദൈവമാ. ദൈവമക്കളോട് ഞാനൊരു വാക്ക് ഇങ്ങനെ പറയാം. എഫെസോ സഭയ്ക്ക് ദൂതെഴുതിയപ്പോൾ എഫെസോ സഭയോട് പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ ഒരു വാക്ക് പറയുന്നുണ്ട്. അവർക്കൊരു ശുദ്ധീകരണം ഇല്ലായിരുന്നു ഒരു വിഷയത്തിൽ. ബാക്കി കാര്യത്തിൽ അഗ്രഗണ്യന്മാരാ. ഏതാ വിഷയം നിങ്ങൾക്കറിയാം? അവരുടെ ആദ്യ സ്നേഹം ഇല്ല എന്നൊരു കുറവ് നിങ്ങളെ കുറിച്ച് പറവാനായിട്ടുണ്ട്. അത് ആ സഭയുടെ ഒരു അശുദ്ധിയായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ട് സ്വർഗത്തിലെ ദൈവം പറയുകയാണ്, നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്നോർത്ത് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. പ്രഥമമായ സ്നേഹത്തിലേക്ക് മടങ്ങി വരിക. അതാ പറഞ്ഞതിന്റെ അർത്ഥം. അല്ല ഞാൻ ഇനി ചേർത്ത് പറഞ്ഞേ, അടുത്ത വാക്ക് പറയാ, നിങ്ങൾ അങ്ങനെ മടങ്ങി വരാഞ്ഞാൽ, നിങ്ങൾ ആ അശുദ്ധി നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കം ചെയ്യാഞ്ഞാൽ, നിങ്ങൾ ആ പാപ സ്വഭാവത്തിൽ നിന്നൊരു മോചനം കൈവരിക്കുവാൻ കഴിയാതെ പോയാൽ, അടുത്ത വാക്ക് പറയാ, അല്ലാഞ്ഞാൽ ഞാൻ വരികയും ആ നിലവിളക്ക് അതിന്റെ സ്ഥാനത്ത് നിന്ന് നീക്കിക്കളയുകയും ചെയ്യും. വിഷയത്തിന്റെ ഗൗരവം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുക. ദൈവസഭയിൽ പോലും വ്യാപിക്കുന്ന അശുദ്ധി നിമിത്തം സ്വർഗത്തിന് അത് കണ്ട് കണ്ണടച്ചിരിക്കുവാൻ കഴിയുകയില്ല. അവിടുന്ന് വിശുദ്ധനായ ദൈവമാ. ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധനായി ഇരിപ്പീൻ എന്നുള്ള വാക്കാണ് ദൈവത്തിന്റെ വചനത്തിലൂടെ നമ്മെ
ഓർപ്പിക്കുന്നത്. അതുകൊണ്ട് അശുദ്ധി കണ്ട് അതിനു മീതെ കണ്ണടച്ച് സന്തോഷിക്കുവാൻ ദൈവത്തിന് കഴിയുകയില്ല. അവിടുന്ന് ശുദ്ധീകരിക്കുന്ന ദൈവമാകിയ അവിടുന്ന് സഭയെയും ശുദ്ധീകരിക്കും. അങ്ങനെ ശുദ്ധീകരിക്കുമ്പോൾ മാനസാന്തരമില്ലാതെ ശുദ്ധീകരണമില്ലാത്ത ഏതെങ്കിലും ഒരു പ്രാദേശിക നിലവിളക്കുണ്ടെങ്കിൽ പറയട്ടെ, ആ നിലവിളക്കിനെ സ്വർഗത്തിലെ ദൈവം നീക്കിക്കളയും. ഭയത്തോടെ കാണേണ്ട ഒരു വിഷയമാണ്. എഫെസോസ് പട്ടണത്തിലേക്ക് ചെന്നേ, തകർന്നടിഞ്ഞു കിടക്കുന്ന എഫെസോസ് പട്ടണമൊക്കെ കാണാൻ നിങ്ങൾ പോകാറുണ്ടല്ലോ. ആ പട്ടണം കാണാൻ കഴിയും. അവിടെ എന്തില്ല? നിലവിളക്ക് അവിടെയില്ല. നിലവിളക്കിനെ ദൈവം ഈ കാലഘട്ടങ്ങളിൽ വേർപെട്ട ദൈവജനത്തോട് ഞാൻ ഇങ്ങനെ പറയട്ടെ, വളരെ വേദനയോടെ പറയട്ടെ, നിലവിളക്കുകളൊക്കെയും വലിയ ബുദ്ധിമുട്ടിലൂടെ പോവുകയാണ്, വലിയ പ്രയാസത്തിലൂടെ പോകുക, വിവിധമായ വിഷയങ്ങളിലൂടെ പോകുക. ഒന്ന് ക്ഷമിക്കുവാൻ കഴിയാതെ, ഒന്ന് പരിഹരിക്കുവാൻ കഴിയാതെ, ഒന്ന് കൈകൊടുക്കുവാൻ കഴിയാതെ, ഒന്ന് കോംപ്രമൈസ് ചെയ്യുവാൻ കഴിയാത്തവരായിട്ട് ദൈവത്തിന്റെ ജനം തീരുമ്പോൾ ഭയപ്പെടുക. ആ നിലവിളക്കിനെ നീക്കിക്കളയുമെന്ന് കർക്കശമായ താക്കീത് നൽകിയിട്ടുണ്ട്. കാരണം അവിടുന്ന് അശുദ്ധിക്ക് കോംപ്രമൈസ് ചെയ്യുന്ന ദൈവമല്ല, അവിടുന്ന് ശുദ്ധീകരിക്കുന്ന യഹോവയാണ്. നാം ഇതൊരിക്കൽ പോലും മറന്നു പോകുവാൻ പാടില്ല. അങ്ങനെയെങ്കിൽ ദൈവം ഒന്നാമത് പറയുന്നു, ഞാൻ ശുദ്ധീകരിക്കുന്ന യഹോവയ. 2, അതിന്റെ 6-ാമത്തെ വാക്യത്തിലേക്ക് ഒന്ന് വരാം. 6-ാമത്തെ വാക്യം, മതി, ഒത്തിരി വിശദീകരിക്കണം. ബാക്കി നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അവിടെ പറയുകയാണ്, യഹോവയായ ഞാൻ മാറാത്തവൻ. അപ്പോൾ ദൈവത്തെ വെളിപ്പെടുത്തിയിട്ട് പറയുക, ഞാൻ ആരാ? ഞാൻ മാറാത്ത ദൈവമാണ്. ദൈവം മാറാത്തതായതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? ഗുണമാണ് അടുത്തത് പറഞ്ഞത്. ഞാൻ മാറുന്നവനായിരുന്നെങ്കിൽ നിങ്ങൾ എങ്ങനായി പോയേനെ? നിങ്ങൾ മുടിഞ്ഞു പോയേനെ. പറയ, യാക്കോബിന്റെ പുത്രന്മാരെ, നിങ്ങൾ മുടിഞ്ഞു പോകാതിരിക്കുന്നതിന്റെ കാരണം എന്താ? ഈ പാപത്തെ കണ്ടിട്ട് ദൈവം വെറുതെ ഇരിക്കുകയല്ല. ദൈവം പറയുകയാണ്, എനിക്കൊരു പ്രത്യേകതയുണ്ട്. ഞാൻ അൺചേഞ്ചിങ് ഗോഡാണ്. എനിക്ക് മാറ്റമില്ലാത്ത ദൈവമാണ്. തിമോഥെയോസിന്റെ 2-ാം ലേഖനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, തന്റെ സ്വഭാവം ത്യജിപ്പാൻ അവന് ഒരു നാളും കഴിയുകയില്ല. ദൈവം അന്നെങ്ങനെയായിരുന്നോ അതുപോലെയാണ് ഇന്നുമായിരിക്കുന്നത്. ആ സ്വഭാവത്തിന് വ്യതിചലനമില്ല. അബ്രഹാമിനെ വിളിച്ചിറക്കി, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നിന്നെ ഒരു ജാതിയാക്കും, ഞാൻ നിന്റെ തലമുറയെ അനുഗ്രഹിക്കും, ഞാൻ ആ ദേശം നിനക്ക് തരുമെന്ന് പറഞ്ഞ് അവനെ വിളിച്ചിറക്കിയെങ്കിൽ ആ വിശ്വസ്തത കാത്തു സൂക്ഷിക്കുന്ന ദൈവമാണ് ആ ദൈവം. അതുകൊണ്ടല്ലയോ എബ്രായ ലേഖനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നത്, യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ. അവിടുത്തേക്ക് മാറ്റമില്ലാത്ത ദൈവമാണ്. അതുകൊണ്ട് ആ ദൈവം എന്ത് ചെയ്യുക? പറയുക, ഞാൻ മാറ്റമില്ലാത്തവനും മാറാത്തവനും ആകുന്നതുകൊണ്ടാണ് യാക്കോബിന്റെ പുത്രന്മാരെ നിങ്ങൾ ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നത്. ഞാൻ അങ്ങനെ ആ വാക്ക് പറയട്ടെ. നാം ജീവനോടിരിക്കുന്നതിന്റെ കാരണം എന്താണെന്നറിയാമോ? എന്താ? ദൈവത്തിന് മാറ്റമില്ല. നമ്മൾ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ വിഷയം ഉണ്ടാകുമ്പോൾ ഉടനെ പറയുന്നൊരു വാക്കുണ്ട്, എൻ്റെ സ്വഭാവം നിനക്ക് എൻ്റെ സ്വഭാവം നിനക്ക് ഇവിടെ അങ്ങനെ ഭാഷയൊന്നും ഉപയോഗിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. സോറി, ഞാൻ അറിയാതെ ഞങ്ങളുടെ നാട്ടിൽ പറയും കേട്ടോ. ഞങ്ങളുടെ നാട്ടിലെ ആളുകളൊക്കെ ചിലക്ക് പറയുന്നത് അങ്ങനെയാണ്, എൻ്റെ തനി സ്വഭാവം നിനക്ക് അറിയത്തില്ല. കാര്യം ബൈബിളൊക്കെ കൈ പിടിച്ചിരിക്കുന്നെങ്കിൽ എൻ്റെ തനി സ്വഭാവം അറിയാം എന്ന് പറഞ്ഞാൽ അർത്ഥം ഇത്രയേ ഉള്ളൂ, എൻ്റെ സ്വഭാവത്തിന് പല ആംഗിളുണ്ട് എന്നാ പറഞ്ഞതിൻ്റെ അർത്ഥം. ഞാൻ പറയട്ടെ, ദൈവത്തിന് അങ്ങനെ ഒരു കാര്യം ഇല്ല. അവിടുന്ന് മാറ്റമില്ലാത്ത ദൈവമാ. അതുകൊണ്ട് യാക്കോബിന്റെ പുത്രന്മാരെ നിങ്ങൾ മുടിഞ്ഞു പോകാതെ ഇരിക്കുന്നു. He is an unchanging God. അവിടുന്ന് മാറ്റമില്ലാത്ത ദൈവമാണ്. 7-ാം വാക്യത്തിലേക്ക് ഒന്ന് വരാം. പെട്ടെന്ന് 7-ാമത്തെ വാക്യം വായിക്കാം. മതി. അവിടെ നിങ്ങൾ ശ്രദ്ധിച്ച്, അവിടെ ഒരു വാക്ക് പറയുകയാണ്, അതൊരു ഉപദേശം കൂടിയാണ്, പിന്നാലെ ഞാൻ ഓർപ്പിക്കാം. അവിടെ പറയുകയാണ്, ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് വരുന്നവനാണ്. ഞാൻ നിങ്ങളുടെ അടുക്കിലേക്ക് വരും. എന്തിനു വേണ്ടിയാണ് വരുന്നത്? അവിടെ നമ്മൾ വായിക്കുന്നു, നിങ്ങൾ എൻ്റെ അടുക്കിലേക്ക് വരുവിൻ, ഞാൻ നിങ്ങളുടെ അടുക്കിലേക്ക് വരാം എന്ന് പറഞ്ഞാൽ ദൈവം ഈ ജനത്തോട് പറയുക, ഞാൻ നിങ്ങളുടെ അടുക്കിലേക്ക് വരാം. ഈ ജനത്തിന്റെ അവസ്ഥ നിങ്ങൾക്കറിയാമല്ലോ. ദൈവത്തെ തോൽപ്പിക്കാൻ നടക്കുന്ന, ദൈവത്തിനെതിരെ പാപം ചെയ്യുന്ന, ചട്ടങ്ങൾ പ്രമാണിക്കാതിരിക്കുന്ന, ശുദ്ധീകരണം ഇല്ലാതെ ജീവിക്കുന്ന ഈ ജനത്തോട് പറയുകയാണ്, ഞാൻ എന്ത് ചെയ്യാം? ഞാൻ നിങ്ങളുടെ അടുക്കിലേക്ക് വരാം. പക്ഷെ അതിന് മുമ്പ് നിങ്ങൾ ഒരു കാര്യം ചെയ്യണം. എന്ത് ചെയ്യണം? എൻ്റെ അടുക്കിലേക്ക് വരണം. നമ്മളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വാക്കിതാണ്, ദൈവം ചെയ്യുകയാണെങ്കിൽ ഞാൻ അത് ചെയ്യാം. ഇല്ലയോ? നിങ്ങൾക്കറിയാം, പണ്ടൊക്കെ ഈ കുഞ്ഞുങ്ങളെയൊക്കെ എന്തെങ്കിലും ജനനത്തൊക്കെ പ്രശ്നമുണ്ടെങ്കിൽ ഉടനെ അന്നത്തെ അമ്മച്ചിമാർ ചെയ്യുന്നൊരു കാര്യം ഉണ്ടായിരുന്നു. എന്താ ചെയ്തുകൊണ്ടിരുന്നേ? ഉടനെ കുഞ്ഞിൻ്റെ കുഞ്ഞിൻ്റെ തലയിലേക്ക് കൈവെക്കും. കൈവച്ചിട്ട് ഇങ്ങനെ പറയും, ഈ കുഞ്ഞിനെ ഞങ്ങൾക്ക് തന്നാൽ ഇതിനെ
അങ്ങോട്ട് തന്നേക്കാം. പഠിക്കാൻ വലിയ ബുദ്ധിയില്ലെങ്കിൽ ഉടനെ നമ്മൾ പറയും ഇവനെക്കുറിച്ച് കർത്താവിൻ്റെ ഉദ്ദേശം വേലയ്ക്ക് വിടണം എന്നുള്ളതാണ്, അതുകൊണ്ട് അവനെ അങ്ങോട്ടങ്ങ് സമർപ്പിച്ചു. കുറേ കാലം നിന്ന് ജോലി കിട്ടിയില്ലെങ്കിൽ അവനെ ആർക്ക് സമർപ്പിക്കും? നിങ്ങൾ ചെയ്യുമെന്നൊന്നും അല്ല ഞാൻ പറയുന്നത്, പൊതുവായ കാര്യമാണ് പറയുന്നത്. എന്തു ചെയ്യും? അവനെയും വേലയ്ക്ക് സമർപ്പിക്കും. പറയട്ടെ, ദൈവത്തിൻ്റെ പ്രമാണം എങ്ങനെയാണ്? ആദ്യം നീ എന്ത് ചെയ്യണം? എൻ്റെ അടുക്കിലേക്ക് വരണം. നീ എൻ്റെ അടുക്കിലേക്ക് വരിക. അങ്ങനെ വന്നാൽ ഞാൻ നിന്റെ അടുക്കിലേക്ക് വരാം. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? ഇവർ പാപത്തിലാണ് ജീവിക്കുന്നത്. പാപത്തിന്റെ എല്ലാ വഴികളിലൂടെ ഇവർ സഞ്ചരിക്കുകയാ. ദൈവത്തോട് സ്നേഹമില്ല, ശുദ്ധീകരണമില്ല. ഇസ്രായേൽ ജനത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ നിമിഷമെത്തിയപ്പോൾ പ്രമാണങ്ങളെ ലംഘിക്കുന്നവരായിട്ട് ഇവർ തീർന്നു. ദൈവം അവരോട് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ അടുക്കിലേക്ക് വരാം, പക്ഷെ നിങ്ങളൊരു കാര്യം ചെയ്യുക, എൻ്റെ അടുക്കിലേക്ക് ഒന്ന് മടങ്ങി വരിക. ഒരു മടങ്ങി വരവ് ആവശ്യമാണ് ഈ ജനത്തിനെന്ന് ദൈവത്തിന്റെ ആത്മാവ് അവരോട് സൂചിപ്പിച്ചു. ഈ കാലഘട്ടത്തിൽ ഞാൻ ഇങ്ങനെ ദൈവമക്കളോട് പറയട്ടെ, എനിക്ക് നിങ്ങൾക്കും ഒരു മടങ്ങി വരവ് വളരെ അനിവാര്യമാണ്. ഇന്നും ദൈവം നമുക്കിടയിൽ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവമാണ്. അവന്റെ കൈ ഇതുവരെയും കുറുതായി തീർന്നിട്ടില്ല, അവന് പ്രവർത്തിപ്പാൻ കഴിയാത്തവനായി തീർന്നിട്ടില്ല. ദൈവജനമേ, ഇന്നും അവിടുന്ന് പ്രവർത്തിക്കും. അവിടുത്തെ കരം ബലമുള്ള കരമാ. എന്തുകൊണ്ടാ പ്രവർത്തനത്തിന് ഉത്തരവില്ലാത്തതെന്നറിയാമോ? അതിന്റെ കാരണം ദൈവജനത്തിന് അനുതാപം സംഭവിച്ചിട്ടില്ല, മടങ്ങി വരവ് സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് ദൈവജനം മടങ്ങി വരുന്നത് നോക്കി ആരിരിക്കുക? ദൈവം ഇരിക്കുക. ഹോശേയ പ്രവചനത്തിൽ ഒരു വാക്യമുണ്ട്, നിങ്ങൾ മടങ്ങി വരുവോളം ഞാൻ പോയി എന്റെ സ്ഥലത്തിരിക്കും, ഞാൻ പോയിരിക്കും. നിങ്ങൾ എന്നെ ജാഗ്രതയോടെ അന്വേഷിക്കും, പക്ഷേ കാണുകയില്ല. ഞാൻ സൈലന്റായിട്ടങ്ങ് ഇരുന്ന് കൊടുക്കും നിങ്ങൾ വരുന്നത് വരെ. നമുക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്താ? ഞാനൊരു കാര്യം പറയാം മനസ്സിലാക്കാനായിട്ട്. ഒരാളുമായിട്ട് ചെറിയ പ്രശ്നം ഉണ്ടായി. ഇപ്പം ഡിസംബർ 31 ഇനിയിപ്പോൾ തുടങ്ങും, എല്ലാം പ്രശ്നം തുടങ്ങാനായിട്ട് പോവുക. എന്തിനു വേണ്ടിയാ? അങ്ങ് തീരുമാനങ്ങൾ അങ്ങ് എടുക്കാനായിട്ട് പോകും, മുഴുവൻ തീരുമാനം എടുക്കും. അപ്പോഴും ഉള്ളിൽ ഒരു ബുദ്ധിമുട്ട് നേരിടുക. എന്തിനാണെന്നറിയാമോ? കൈ കൊടുക്കാനായിട്ട് അതുപോട്ടെ, ഈ വർഷവും കൂടെ അത് അങ്ങനെ അങ്ങ് പോട്ടെ എന്ന്. നമുക്ക് അങ്ങോട്ട് ചെല്ലാൻ ബുദ്ധിമുട്ടാണെന്ന് വലിയ പ്രതിസന്ധിയിലൂടെയാണ് നമ്മൾ പോകുന്നത്. ദൈവം പറയുക, നിങ്ങൾ എൻ്റെ അടുക്കലേക്കൊന്ന് വരാൻ മനസ്സ് വെച്ച് ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് വരാം. വിശദീകരിക്കാൻ സമയമില്ലല്ലോ. ധൂർത്തപുത്രൻ എഴുന്നേറ്റു അപ്പന്റെ വീട്ടിലേക്ക് വന്നു. നിങ്ങൾക്കറിയാം, അദ്ദേഹം എഴുന്നേറ്റു വരുന്നത്, നടന്നു വരുന്നത് ആദ്യം കണ്ടതാരാ നിങ്ങൾക്കറിയാം. അവൻ അവിടുന്ന് വരാൻ മനസ്സ് വെച്ചപ്പോഴേ, ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നത്, അവൻ അപ്പന്റെ ഭവനത്തിലേക്ക് പോകണമെന്ന ചിന്തയോടെ എഴുന്നേറ്റ് വരുവാൻ മനസ്സ് വെച്ചപ്പോൾ ഒരു ഇരുന്നിടത്ത് എഴുന്നേറ്റു ആ മകനെ ദൂരത്തേക്ക് നോക്കി നിൽക്കുകയാ അവന്റെ വരവ് കാണാനായിട്ട്. എന്താ കാരണമെന്നറിയാമോ? നീ മനസ്സ് വെച്ചാ മതി, ദൈവം ഇവിടേക്ക് വരും, നമ്മുടെ ഇടയിലേക്ക് വരും. മടക്കി വരുത്തുന്ന ഒരു ദൈവമാണ്, മടങ്ങി വരാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവമാണ് ഈ ദൈവം. അപ്പോൾ മടങ്ങി വരിക എന്ന് പറയുന്ന രണ്ടാശയമുണ്ട്. ഒന്ന്, അവൻ വരുന്നു എന്തിനു വേണ്ടി? ജനത്തെ മാനസാന്തരത്തിലേക്ക് നയിക്കുവാൻ അവൻ മടങ്ങി വരുന്ന ദൈവമാ, അടുക്കൽ വരുന്ന ദൈവമാ. നിങ്ങൾക്കറിയാമല്ലോ, യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായത്തിലേക്ക് എത്തുമ്പോൾ പത്രോസ് കർത്താവിനെ വിട്ടിട്ട് പഴയ ജോലിയിലേക്ക് പോയി. അങ്ങനെ പോയി കഴിഞ്ഞ് എല്ലാം തകർന്ന് ഒന്നുമില്ലാത്തവനായിട്ട് നിൽക്കുകയാണ്. എന്തിനാ പോയത്? ആ കർത്താവ് ഈ പത്രോസിനെ ഒന്ന് മടക്കിക്കൊണ്ട് വരാനായിട്ട് കടൽക്കരയിലേക്ക് ചെല്ലുകയാണ്. ആ ഭാഗം നിങ്ങൾ ചിന്തിക്കുമ്പോൾ അറിയാം. ഞാൻ എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, ഞാനായിരുന്നെങ്കിൽ ഒരിക്കലും, കർത്താവിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഒരിക്കലും എൻ്റെ മാനുഷിക ചിന്താഗതി അദ്ദേഹത്തിന്റെ പിന്നാലെ പോകുകയില്ല. കാരണം എന്താണെന്നറിയാമോ? ഞാൻ അടിമേടിച്ച് നിൽക്കുമ്പോൾ ഇവൻ നിന്റെ കൂടെ ഉള്ളവനാണോ എന്ന് ചോദിച്ചപ്പോൾ പ്രാകുവാനും ആണയിടുവാനും തുടങ്ങി. ഞാൻ അവനെ അറിയുന്നില്ല എന്ന് പറഞ്ഞു. എത്രയോ തവണ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച് ഒരു പാത്രത്തിൽ നിന്ന് ഭക്ഷണം അനുഭവിച്ചിട്ടുള്ളവരാ. 3.5 വർഷം ഒരുമിച്ച് നടന്നതല്ലയോ? എന്നിട്ടും അവസാന നിമിഷം വേദനയുടെ സമയം വന്നപ്പോൾ പറയുകയാ, ഞാൻ അവനെ അറിയുന്നില്ല. അവനെ അന്വേഷിച്ചു പോണ്ടി ആവശ്യമുണ്ടോ? ഇല്ല, അവനെ അവന്റെ വഴിക്ക് വിട്ടാൽ മതി. അത് നമ്മുടെ സ്വഭാവം. എന്നാൽ കർത്താവ് അങ്ങനെയല്ല. കർത്താവ് എന്താ ചെയ്തെന്നറിയാമോ? അവനെ അന്വേഷിച്ച് ചെന്നു. അവനെ അങ്ങനെ വിട്ടുകളയുവാൻ മനസ്സില്ലാതെ മാനസാന്തരത്തിലേക്ക് മടക്കി കൊണ്ടുവരുവാൻ നമ്മുടെ കർത്താവ് ആഗ്രഹിച്ച് അവിടേക്ക് ചെന്ന് അവന് വേണ്ടുന്ന നൽകി അവനെ മാനസാന്തരത്തിലേക്ക് മടക്കി വരുത്തിയവനാണ്. അങ്ങനെയാണ് ഈ കർത്താവ് ആരാണെന്നറിയാമോ? അവിടെ അടുക്കൽ വരുന്നവനാണ്. ഇനി 2-3-ാം അധ്യായത്തിന് 5-ാം വാക്യം നോക്കിയേ. അവിടെ ഒരു വാക്കൂടെ പറയുന്നുണ്ട്, ഒന്ന് ശ്രദ്ധിക്കണം. അത് 3-ന്റെ 5-ാമത്തെ വാക്യം മതി. 2-ാമത്തെ ആശയം നിങ്ങൾ നോക്കിയേ. ഒന്ന്, ഈ ജനത്തോട് പറയുകയാണ്, നിങ്ങളെ മാനസാന്തരത്തിലേക്ക് വരുത്തുവാൻ ഞാൻ അടുത്തു വരുന്നു. 2-ാമത്തെ ആശയം അവിടെ പറയുക, ഞാൻ എന്ത് ചെയ്യുന്നു? ന്യായവിധിക്കായി ഞാൻ അടുത്തു വരുന്ന ദൈവമാണ്. ഒരു ന്യായവിധിയുണ്ട്, ന്യായവിധിയുണ്ട് നിശ്ചയം. ഭൂമിയിൽ ന്യായം വിധിക്കുന്ന ഒരു ദൈവമുണ്ട് നിശ്ചയം. ഇത് ദൈവത്തിന്റെ വചനം നമ്മെ ഓർപ്പിക്കുന്ന സത്യമാണ്. സഭാപ്രസംഗിയുടെ പുസ്തകം 12-ാം അധ്യായം ഏറ്റവും ഒടുവിലത്തെ ഭാഗത്തേക്ക് വരുമ്പോൾ നാം ഇങ്ങനെയാണല്ലോ വായിക്കുന്നത്, എല്ലാറ്റിന്റെയും സാരം കേൾക്കുക, ദൈവത്തെ ഭയപ്പെട്ടവന്റെ കൽപ്പനകളെ പ്രമാണിച്ചു കൊള്ളുക. അടുത്ത വാക്ക്, ദൈവം
നല്ലതും തീയതുമായ സകല പ്രവർത്തികളെയും സകല രഹസ്യങ്ങളുമായി ന്യായവിസ്താരത്തിലേക്ക് വരുത്തുമല്ലോ. പ്രിയപ്പെട്ടവരെ, ഒരു ന്യായവിധിയുണ്ട്. ആ ന്യായവിധിയിലെ വിഷയത്തിലേക്ക് ഞാൻ ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു ന്യായവിധിയുണ്ട്, ആരും അത് മറന്നു പോകരുത്. ദൈവജനത്തിന് ന്യായവിധിയുണ്ടോ? ഒരു വാക്ക് ഞാൻ ഇങ്ങനെ പറയാം, അത് ന്യായമായ വിധിയാകിയാൽ ദൈവം ന്യായമായിട്ട് വിധിക്കുന്നവനാണ്. അതുകൊണ്ടാണ് നാം കൊരിന്ത്യർ ലേഖനത്തിൽ ഇങ്ങനെ വായിക്കുന്നത്, 1 കൊരിന്ത്യർ 2 കൊരിന്ത്യർ 5:10 വായിക്കുന്നത്, അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകിലും തീയതാകിലും തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് ന്യായമായിട്ട് നമ്മെ വിധിക്കുന്ന നമ്മുടെ കർത്താവിന്റെ അടുക്കൽ നാം ഭീമാസീച്ചിന് മുമ്പാകെ ഞാൻ എന്തെങ്കിലും നിൽക്കേണ്ടതാണ് എന്ന് പറയുന്നത്. ദൈവം ന്യായം വിധിക്കുന്ന ദൈവമാണ്. എന്തിനു വേണ്ടി വരുന്നു? ന്യായവിധിക്ക് വേണ്ടി വരുന്നു. ആ ദൈവത്തിന്റെ അടുത്ത പ്രത്യേകത ഒന്ന് നോക്കുക. 4ാമത്തെ പ്രത്യേകത, അതിന്റെ 17ാമത്തെ വാക്യം. മതി. അവിടെ നിങ്ങൾ നോക്കിക്കേ, ആ ദൈവത്തിന്റെ 4ാമത്തെ പ്രത്യേകത പറയുക. ദൈവം എങ്ങനെയുള്ളവനാണെന്നറിയാമോ? ആദരിക്കുന്ന ദൈവമാണ്. ആദരിക്കുന്ന ദൈവമാണ്. ഇവിടെ ഇരിക്കുന്ന ദൈവജനത്തോടും ദൈവദാസന്മാരോടും ഒരു എളിയ സഹോദരൻ എന്ന നിലയിൽ ഞാനിങ്ങനെ പറയാം, എനിക്ക് ഏറ്റവും ബലം നൽകിയിട്ടുള്ളൊരു വാക്കാണ് ആ പദം, ആദരിക്കുന്ന ദൈവം. നമ്മളെ ഹോണർ ചെയ്യുന്ന ഒരു ദൈവം. എന്താ പറയാൻ കാരണം? ഇവിടെ പറയുക, ഒരു അപ്പൻ തനിക്ക് ശുശ്രൂഷ ചെയ്യുന്ന മകനെ ആദരിക്കുന്നത് പോലെ ഞാൻ ആദരിക്കും. അതിനൊരു ദിവസത്തെ കുറിച്ചൊക്കെ മുകളിൽ പറയുന്നുണ്ട്. ഒരു ദിവസമുണ്ട്, അവിടെ ഒരു സ്മരണ പുസ്തകം എഴുതി വെച്ചിട്ടുണ്ട്. അതേ തുടർന്നിട്ട് പറയുകയാണ്, ഞാൻ ആദരിക്കും. ഒരപ്പൻ മകനെ എങ്ങനെ ആദരിക്കുന്നുവോ അതെങ്ങനെ ആദരിക്കുന്നതെന്ന് ചോദിച്ചാൽ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുത്തിട്ടൊന്നും അല്ല, മറിച്ച് ഞാൻ വിശ്വസിക്കുന്നത് ഇങ്ങനെയാ. അപ്പന്മാരെങ്ങനെയാ മക്കളെ ആദരിക്കുന്നത്? അപ്പൻ ചേർത്ത് പിടിച്ചൊന്ന് കെട്ടിപ്പിടിക്കും. അത് മതി ആർക്ക്? മക്കൾക്ക്. അല്ലാതെ ഒരു പേന മേടിച്ചു കൊണ്ട് കൊടുക്കുന്നതിൻ്റെ അത് അർത്ഥമില്ല. അപ്പൻ ആദരിക്കുന്നത് ഇവനെൻ്റെ മകനാണ് എന്ന് പറയുന്നത് ചേർത്തൊന്ന് പിടിക്കുമ്പോൾ അതൊരു അഭിമാനമാണ്. അതേവർക്കും സന്തോഷം നൽകുന്ന ഒരു വിഷയമാണ്. ഇവിടെ പറയുക, ഞാൻ ആദരിക്കുമെന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഞാൻ എന്ത് ചെയ്യും? ഞാൻ ചേർത്ത് നിർത്തും. ആരെ ചേർത്ത് നിർത്തും? തൻ്റെ ഭക്തന്മാരെ ചേർത്ത് നിർത്തും. ഞാനൊരു വാക്കിങ്ങനെ പറയട്ടെ. ഏറ്റവും കൂടുതൽ ദൈവത്തിന് വേണ്ടി അധ്വാനിച്ച ഒരു ദൈവദാസനായിരുന്നു മോശെ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കഥാപാത്രമാണ്. ആ മോശയുടെ ജീവിതം നിങ്ങൾക്കറിയാം. മരുഭൂമിയുടെ 40 വർഷക്കാലം ഈ ജനത്തിന്റെ പിറുപിറുപ്പും അവരുടെ അപമാനവും എല്ലാം ഏറ്റ് ദൈവത്തിന്റെ ഒരു സന്ദേശവാഹകനായിട്ട് നിന്നുകൊണ്ട് ശുശ്രൂഷ ചെയ്തു. ഏറ്റവും ഒടുവിൽ ആവർത്തന പുസ്തകം 34-ാം അധ്യായത്തിൽ എത്തുമ്പോൾ ദൈവം ഇവനെ പിസ്ഗാ മലമുകളിലേക്ക് വരാനായിട്ട് വിളിച്ചിട്ട് പറയുന്ന ഒരു വാക്കുണ്ട്, ദൂരെ നിന്ന് നോക്കി എന്ത് ചെയ്തോണം? ഈ ദേശം കണ്ടോണം, നീ ഒരിക്കലും അവിടെ പോകുകയില്ല. ഞാൻ പറയട്ടെ, ഏറ്റവും കൂടുതൽ മോശയുടെ ജീവിതത്തിൽ കരഞ്ഞൊരു ദിവസം ഉണ്ടെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു ആ ദിവസമാണ്. അത് വായിക്കുമ്പോൾ നമ്മുടെ കണ്ണ് നിറഞ്ഞു പോകും. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ദൈവമേ എന്തിന് ആ ദൈവദാസനോട് ഇങ്ങനെ ചെയ്തു എന്ന് ചിന്തിച്ചിട്ടുണ്ട്. ഒരു വാക്ക് ഞാൻ പറയട്ടെ, അവിടെ വെച്ച് മോശ ചങ്ക് പിടർന്ന് താൻ കരഞ്ഞിട്ടുണ്ടാകാം. തൻ്റെ കണ്ണുനീര് ധാരാളം അവിടെ വീണിട്ടുണ്ടാകാം. അവൻ ചോദിച്ചു കാണും, ഞാൻ എന്തിനാ ഈ നാളുകൾ മുഴുവൻ നിന്നെ അനുഗമിച്ചത്? നിന്റെ വാക്ക് ഞാൻ കേട്ടത്, ഈ ജനത്തിന്റെ പിറുപിറുപ്പ് ഏറ്റെടുത്തത്, അവർ കല്ലെറിയുവാനായിട്ട് എനിക്ക് നേരെ എതിരേറ്റ് വന്നത്, ഞാൻ എത്രയോ കഷ്ടമാണ് സഹിച്ചത്. ഞാൻ എല്ലാം ഉപേക്ഷിച്ചിട്ട് ഈ 40 വർഷക്കാലം ആ ഫറവോന്റെ കൊട്ടാരത്തിൽ ഉണ്ടാകാമായിരുന്ന നന്മകളെ പോലും ഉപേക്ഷിച്ച് നിന്റെ വിളിയായിട്ട് ഇറങ്ങിത്തിരിച്ചത് ആ ദേശം തരുമെന്ന് പറഞ്ഞിട്ടല്ലയോ? അല്ലയോ ദൈവമേ, എന്തുകൊണ്ടാണ് എന്നെ ഇത് കാണിക്കുന്നത്? എന്നെ ഒന്ന് കടത്തിക്കൂടയോ എന്ന് ചോദിച്ചു കാണും. ആ ദൈവദാസൻ നെഞ്ചത്തടിച്ച് കരഞ്ഞു കാണും, കണ്ണുനീർ വീഴ്ത്തി കാണും. എന്നാൽ സ്വർഗത്തിലെ ദൈവം പറഞ്ഞു, നീ അവിടെ കിടക്കുകയില്ല. അടുത്ത വായിക്കുന്നത് ഇങ്ങനെയാ, അവൻ അവിടെ വെച്ച് മരിച്ചു. ഒരു ഭാഗ്യം ദൈവം അവന് കൊടുത്തു, ആർക്കും ലഭിക്കാത്ത ഭാഗ്യം. ഒരൊറ്റ മനുഷ്യനാൽ അവൻ അടക്കം ചെയ്യപ്പെട്ടു. അത് സ്വർഗത്തിലെ ദൈവം. ഞാനത് ഇങ്ങനെ വിശ്വസിക്കുകയാ. ആ ദൈവം മുട്ടുമേലേക്ക് നിന്നിട്ട് അവിടുന്ന് മണ്ണ് ഡിഗ് ചെയ്തെടുത്തു. അവന് വേണ്ടി ഒരു കുഴി വെട്ടിയത് എന്റെ ദൈവമാണ്. അവനെ അവിടെ അടക്കം ചെയ്ത് മണ്ണിട്ട് മൂടി. ആ സ്ഥലം ആർക്കും അറിയത്തില്ല. എന്നാൽ ഞാൻ ഒരു വാക്കിങ്ങനെ പറയാം, ദൈവം അവനെ ആദരിക്കാതെ ഇരുന്നില്ല. ദൈവമക്കളെ ആദരിച്ചു. ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾക്കൊരു ചരിത്രം അറിയാം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു തന്റെ ശിഷ്യന്മാരുമായിട്ട് മറുരൂപ മലയിലേക്ക് ചെല്ലുകയുണ്ടായി. അവിടെ ചെന്ന് നിൽക്കുമ്പോൾ അവിടെ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്, അവൻ തേജസ്സുള്ളവനായിട്ട് തീർന്നു. അവന്റെ മുഖമൊക്കെ വിളങ്ങാൻ തുടങ്ങി, അവന്റെ വസ്ത്രമൊക്കെയും വിളങ്ങാൻ തുടങ്ങി. ഉടനെ 2 പേർ അവിടെ
പ്രത്യക്ഷപ്പെട്ടു. ആരൊക്കെ പ്രത്യക്ഷപ്പെട്ടത്? ഏലിയാവും മോശയും അവിടെ പ്രത്യക്ഷപ്പെട്ടു എന്ന് വായിക്കുന്നു. ഇതൊന്നും അറിയാത്ത പത്രോസ് അല്പസമയം കഴിഞ്ഞ് ഉറക്കമുടന്നിട്ട് ചോദിക്കുകയാ, കർത്താവേ, ഞാനിവിടെ 3 കുടിലുണ്ടാക്കട്ടെ, ഒന്ന് നിനക്കും, ഒന്ന് ഏലിയാവിനും, ഒന്ന് മോശയ്ക്കും. ഞാൻ പറയട്ടെ, അവിടുന്ന് ആദരിക്കുന്ന ദൈവമാ. എങ്ങനെ ആദരിച്ചു? അന്നക്കര കടത്താതിരുന്ന അവനെ മറ്റൊരു ശരീരത്തോടു കൂടെ ഇവിടെ ഇതാ മറുരൂപ മലയിൽ കൊണ്ടുവന്ന് ആ ദേശത്ത് കൊണ്ടുവന്ന് സ്വർഗം ആദരിച്ചു എന്ന് വരികയും, എന്റെ ദൈവം എന്നെയും നിങ്ങളെയും ആദരിക്കുന്ന ദൈവമാ. ഒരപ്പൻ തന്റെ മകന് ഒരപ്പൻ തനിക്ക് ശുശ്രൂഷ ചെയ്യുന്ന മകനെ ആദരിക്കുന്നത് പോലെ സ്വർഗം ഒരു ദിവസം എന്നെയും നിങ്ങളെയും ആദരിക്കും. അതെവിടെ വെച്ചാണ്? അതാണ് ഞാൻ അല്പം മുമ്പ് പറഞ്ഞത്. എന്നെയും നിങ്ങളെയും സ്വർഗം ആദരിക്കുന്ന ഒരു ദിവസമുണ്ട്. എവിടെ വെച്ചാണ്? കോടാനും കോടി വിശുദ്ധന്മാർ സംഗമിക്കുന്ന സ്ഥലത്ത്. അല്ലാതെ അറയ്ക്കപ്പടിയിൽ കൂടി വന്ന 10,250 പേരുടെ മധ്യത്തിൽ വെച്ചല്ല ആദരിക്കുന്നത്. പിന്നെയോ കോടാനുകോടി വിശുദ്ധന്മാർ സംഗമിക്കുന്ന ആ ദിവസമുണ്ടല്ലോ. ശരീരത്തിൽ ചെയ്തത് നല്ലതായാലും തീയതായാലും അതിന് തക്കവണ്ണം പ്രാപിക്കുവാൻ ക്രിസ്തുവിന്റെ ന്യായാസനമെന്ന ആ ഭീമാസീറ്റിന് മുമ്പാകെ ആ പ്രതിഫലങ്ങൾ കൈമാറ്റം ചെയ്യുന്ന ആ സുന്ദരമായ വേദിയിൽ വിളിച്ചിരുത്തിയിട്ട് തനിക്ക് വേണ്ടി അധ്വാനിച്ച തന്റെ ദാസന്മാരെ മാറോട് ചേർത്ത് വിളിച്ച് കെട്ടിപ്പിടിച്ച് ചുംബിച്ച് കോടാനുകോടി വിശുദ്ധന്മാരുടെ മുമ്പാകെ ആദരിക്കുന്ന ഒരു ദിവസമുണ്ട്. അതുകൊണ്ട് ദൈവദാസന്മാരെ, ദൈവജനമേ, ദൈവസഭയെ, പരിഭവം കൂടാതെ, പരാതി കൂടാതെ, മറ്റുള്ളവരുടെ ആക്രോശങ്ങളും പീഡകളും വാങ്ങേണ്ടി വന്നാലും പരിഭവമില്ലാതെ നമ്മെ ആദരിക്കുന്ന ദൈവത്തിന് വേണ്ടി നമുക്ക് വേല ചെയ്യുവാൻ ഇടയായിട്ട് തീരണം. അവിടുന്ന് നമ്മെ ആദരിക്കുന്ന യഹോവയാണ് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്താ അവിടുത്തെ ഉപദേശം പെട്ടെന്ന് ഞാൻ പറയട്ടെ. അവിടുത്തെ ഉപദേശം നാം വായിച്ച വേദഭാഗം തന്നെയാണ്. 7-ാമത്തെ വാക്യം, എന്റെ അടുക്കിലേക്ക് മടങ്ങി വരുവേ, ഞാൻ നിങ്ങളുടെ അടുക്കിലേക്ക് മടങ്ങി വരാം. ഒരു മടങ്ങി വരവ് നമുക്ക് ആവശ്യമാണ്. ദൈവം വെളിപ്പെടുത്തിയിട്ട് പറഞ്ഞു, നിങ്ങൾ ഭയപ്പെടണ്ട, നിങ്ങൾ ഓർത്ത് കരയണ്ട, നിങ്ങൾ ഇങ്ങനെ എന്നോട് പരാതി പറയണ്ട. ഒരു ദിവസം വരാൻ പോകുന്നു, ഞാൻ നിങ്ങളെ ആദരിക്കുന്ന ദിവസമാണ് ആ ദിവസം. 4-ാം അധ്യായത്തിലേക്ക് ഒന്ന് വരാം. സമയം മുന്നോട്ട് പോകുന്നുവല്ലോ. 4-ാം അധ്യായത്തിലേക്ക് ഒന്ന് വരുന്നേ. 4-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ ഇന്നലെ വായിച്ച ഭാഗത്ത് നിന്ന് നാം അവിടേക്കൊന്ന് വന്ന് അവസാനിപ്പിക്കാം. 4-ാം അധ്യായം 1-2 വാക്യങ്ങൾ. എന്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ നീതി സൂര്യൻ തന്റെ ചിറകിൻ കീഴിൽ ലോകോപശാന്തിയോടുകൂടെ ഉദിക്കും. നിങ്ങളും പുറപ്പെട്ട് തൊഴുത്തിൽ നിന്ന് വരുന്ന പശുക്കിടാക്കളെ പോലെ തുള്ളിച്ചാടും. മതി. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു തുടങ്ങിയതും നമ്മൾ വായിച്ചു തുടങ്ങിയതും അവിടെയാണല്ലോ. 4-ാം അധ്യായം ഇത് പറഞ്ഞിട്ട് ദൈവത്തെ വെളിപ്പെടുത്തി ഈ ജനത്തിന് ആശ്വാസമായിട്ട് മടങ്ങിവരവിന്റെ സന്ദേശം കൊടുത്ത് ഏറ്റവും ഒടുവിൽ അവരോട് പറയുന്ന വാക്കിങ്ങനെയാ, ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരുന്നു. അവിടെ ദുഷ്ടന്മാർ എന്ന വാക്ക് നാം വായിച്ചു, അഹങ്കാരികൾ എന്ന വാക്ക് വായിച്ചു. ദൈവജനത്തെ കളിയാക്കുന്ന, ദൈവജനത്തെ പരിഹസിക്കുന്ന, ദൈവിക ചിന്തയില്ലാതെ നടക്കുന്ന, ഭോഷത്വം മാത്രം ചെയ്യുന്ന ഒരു സമൂഹം, ആ സമൂഹത്തിന് വേണ്ടി വെച്ചിരിക്കുന്ന ന്യായവിധിയായിരിക്കുന്ന ആ തീയും ഗന്ധവും കത്തുന്ന തീപ്പൊയ്കയിലേക്ക് ഒരു ദിവസം അവർ മാറ്റപ്പെടും. ചൂള പോലെ കത്തുന്ന ദിവസം, ഒരു ദിവസം, ആ ദിവസം ദുഷ്ടന്മാർക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. ഇനി അടുത്ത വാക്ക് പറയുന്നത് ഇങ്ങനെയാ, എന്നാൽ നീതി സൂര്യൻ രോഗോപശാന്തിയോടുകൂടി വരാനായിട്ട് പോകുന്ന ഒരു ദിവസമുണ്ട്. നീതി സൂര്യൻ ഉദയം ചെയ്യും. വിശുദ്ധ ബൈബിളിൽ നീതി സൂര്യൻ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരൊറ്റ പ്രയോഗം ഇവിടെ മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ആ ഭാഗങ്ങളൊക്കെ അറിയാമല്ലോ. യേശുവിനെ, ദൈവത്തെ നീതി സൂര്യൻ എന്ന് വിളിച്ചിരിക്കുന്ന ഒരൊറ്റ ഭാഗമാണ് നാം വായിക്കുന്നത്. അവിടുന്ന് ആരാണ്? അവിടുന്ന് നീതി സൂര്യൻ. നീതി സൂര്യൻ തന്റെ ചിറകിൻ കീഴിൽ രോഗോപശാന്തിയോടുകൂടെ ഇരിക്കും. ആർക്ക് വേണ്ടിയാണ്? എന്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി നീതി സൂര്യൻ വെളിപ്പെടാൻ പോകുന്നു. ഇസ്രയേലിന്റെ പ്രത്യാശ നീതി സൂര്യനായിരിക്കുന്ന ദൈവമാണ്. ഇസ്രയേൽ എപ്പോഴും ആഗ്രഹിക്കുന്നത് ആ നീതി സൂര്യൻ വരണം. മശിഹിയായിരിക്കുന്ന നീതി സൂര്യനെ കാത്താണ് ഇസ്രയേലിന്റെ ജീവിതം മുന്നോട്ട് പോയത്. ഇസ്രയേലിന് വേണ്ടി നീതി സൂര്യനായിരിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം വെളിപ്പെടും. ആ ജനത്തിന് വേണ്ടി വെളിപ്പെട്ട് അവരെ നിർമ്മലീകരിച്ച് അവരെ കഷ്ടകാലത്തിലൂടെ കടത്തിവിട്ട് അവർക്ക് വേണ്ടി നീതി സൂര്യൻ വെളിപ്പെട്ട് അവരുടെ ജീവിതത്തിൽ എല്ലാ അനുഗ്രഹങ്ങളും
കൈമുതലാക്കി കൊടുക്കുന്ന ഒരു ദിവസം സംജാതമാകാനായിട്ട് പോവുകയാണ്. എന്നാൽ നമുക്ക് അവിടെ നിന്ന് മറ്റൊരാശയമാണ് ചിന്തിക്കാനായിട്ടുള്ളത്. ഞാൻ ഒരു വാക്ക് ഇങ്ങനെ പറയട്ടെ, നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ഒരു ദൈവദാസനായിരിക്കാം വെട്ടമല ഉപദേശി ഫിലിപ്പോസ് ഉപദേശി എന്ന് പറയുന്ന ഒരു ദൈവദാസൻ ഉണ്ടായിരുന്നു. പഴയ ഒരു ദൈവദാസന. ഇദ്ദേഹത്തിന് നല്ല കറുത്ത കളർ, അദ്ദേഹത്തിന് കറുത്ത കളറും അദ്ദേഹത്തിന്റെ കയ്യിലൊരു സഞ്ചിയും അതിൻ്റെ അകത്തൊരു ബൈബിളും ട്രാക്റ്റുമായിട്ട് അദ്ദേഹം പരസ്യ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇറങ്ങിപ്പോകുന്ന ഒരു മനുഷ്യനായിരുന്നു. ഈ വെട്ടമല ഉപദേശി ഞാൻ പറഞ്ഞതുപോലെ നല്ല കറുത്ത മനുഷ്യനായിരുന്നത് കൊണ്ട് അക്കാലത്തുണ്ടായിരുന്ന ചില ആളുകളുമായിട്ടൊരു ചെറിയ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. വേറൊന്നിലുമല്ല, എന്തിനാ ഉണ്ടായെന്ന് ചോദിച്ചാൽ നിറത്തിലുണ്ടായി. നിറം കാരണം ഇദ്ദേഹത്തെ ചില കാര്യങ്ങളും നോക്കി അങ്ങ് മാറ്റി നിർത്തി. അങ്ങനെ മാറ്റി നിർത്തിയപ്പോൾ ഈ ദൈവദാസന് ഭയങ്കര സങ്കടമായി. ചരിത്രം ഞാൻ അധികം പറയത്തില്ല, അത് ശരിയാകത്തില്ല. അതുകൊണ്ട് ഇദ്ദേഹത്തെ അങ്ങ് മാറ്റി നിർത്തിയത് ഭയങ്കര സങ്കടമായി. അദ്ദേഹം ആ സമൂഹത്തിൽ നിന്നൊക്കെ മാറിപ്പോയിട്ട് ഈ ചിന്ത, എന്നെ ഇങ്ങനെ മാറ്റി നിർത്തിയല്ലോ എന്റെ നിറത്തിന്റെ പേരിൽ എന്നുള്ള ചിന്ത ഇദ്ദേഹത്തെ വല്ലാണ്ട് വേദനിപ്പിച്ചു. അദ്ദേഹം ഒരു പേപ്പർ എടുത്ത് ഒരു ഗാനം എഴുതി. അത് നിങ്ങൾക്കറിയാം, വലിയ പ്രസിദ്ധമായ ഒരു ഗാനമാണ്. എൻ പ്രിയ രക്ഷകൻ നീതിയിൻ സൂര്യനായി തേജസ്സിൽ വെളിപ്പെടുമേ എന്നുള്ള ഗാനമാണ് അദ്ദേഹം എഴുതിയത്. എന്നാൽ തുടങ്ങുന്നത് അവിടെയല്ല. അദ്ദേഹം എഴുതി തുടങ്ങുന്നത് അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു സ്റ്റാൻസയാണ്. നീതി സൂര്യൻ വരുമ്പോൾ തൻ പ്രഭയിൻ കാന്തിയാലൻ ഇരുൾ നിറം മാറിടുമേ, രാജരാജ പ്രതിമയെ ധരിപ്പിച്ചിട്ടെന്നെ താൻ, രാജരാജ പ്രതിമയെ ധരിപ്പിച്ചിട്ടെന്നെ താൻ ഇരുത്തുന്ന രാജാവു വേഗം വരും, കൂടവേ ഇരുത്തുന്ന രാജാവു വേഗം വരും, എൻ പ്രിയ രക്ഷകൻ നീതിയിൻ സൂര്യനായി തേജസ്സിൽ വെളിപ്പെടുമേ. പ്രിയപ്പെട്ടവരെ പറയട്ടെ, ആ മനുഷ്യന്റെ ഹൃദയത്തിൽ ഉണ്ടായ മുറിവ് അദ്ദേഹം എങ്ങനെയാ മാറ്റിയെന്നറിയാമോ? നീതി സൂര്യൻ വെളിപ്പെടുന്ന ദിവസം ആ പ്രഭയാൽ എന്നീരുൾ നിറമാകെ മാറും, ഒരു തേജസ്കരിക്കപ്പെട്ട ശരീരം ഞാൻ പ്രാപിക്കും, ഞാൻ അവനോട് തുല്യനായി തീരുമെന്ന് ആ വലിയ പ്രത്യാശ മനുഷ്യന്റെ ഹൃദയത്തിൽ വന്ന് അദ്ദേഹം ആ ഗാനം എഴുതുവാൻ ഇടയായിട്ട് തീർന്നു. അദ്ദേഹം നീതി സൂര്യൻ എന്ന് അവിടെ ഉപയോഗിച്ചത് ഈ ഒരു ആശയത്തിലാണ്. എന്നാൽ ഞാൻ അതിനപ്പുറത്ത് ദൈവസഭയോട് പറയട്ടെ, ഇവിടെ നീതി സൂര്യൻ യഹൂദന്റെ പ്രത്യാശയാണെങ്കിൽ ഒരു വാക്ക് നാം മനസ്സിലാക്കണം, ദൈവസഭയുടെ പ്രത്യാശ നീതി സൂര്യനല്ല. നീതി സൂര്യൻ വെളിപ്പെടുന്നതിന് മുമ്പ് എന്ത് വെളിപ്പെടും? രാവിലെ എഴുന്നേറ്റ് നോക്കിയാൽ അറിയാം. രാവിലെ നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ് അത് കാണാനായിട്ട്, കാണാത്തവരാണ് ചുരുക്കവും ഉള്ളത്. കാരണം ഈ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പേ എന്ത് കാണാം? മറ്റൊരു കാര്യം കാണാം. അതിനെ മോർണിംഗ് സ്റ്റാർ എന്ന് പറയുന്നത് എന്ത്? ഉദയ നക്ഷത്രം എന്ന് പറയുന്നുണ്ട്. ഉദയ നക്ഷത്രം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 3:30-4 മണി കഴിഞ്ഞാൽ എഴുന്നേറ്റ് ഇന്നെങ്കിലും പോയി രാത്രി കിടന്ന് അലാം വെച്ച് രാവിലെ എഴുന്നേറ്റിട്ട് ഒന്ന് നോക്കിയാൽ കാണാൻ പറ്റും. എന്ത്? സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പേ ആകാശത്ത് ഉദിച്ചു നിൽക്കുന്ന ഉദയ നക്ഷത്രത്തെ കാണാൻ പറ്റും. പത്രോസിന്റെ 2-ാം ലേഖനം 1-ാം അധ്യായത്തിലും വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിലും ദാവീദിന്റെ പേരും ഉദയ നക്ഷത്രവുമായവനെന്നാണ് നമ്മുടെ കർത്താവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അതെന്തിനു വേണ്ടി സൂചിപ്പിക്കുന്നു? ദൈവസഭയുടെ പ്രത്യാശ എന്ന് പറയുന്നത് നീതി സൂര്യനല്ല, ദൈവസഭയുടെ പ്രത്യാശ ഉദയ നക്ഷത്രമായിരിക്കുന്ന ക്രിസ്തുവ. എന്താ അത് വെളിപ്പെടുത്തുന്ന സത്യമെന്നറിയാമോ? നീതി സൂര്യൻ വെളിപ്പെടുന്നതിന് മുമ്പേ ആരും കാണാത്ത, ആരും അറിയാത്ത ഒരു സമയത്ത് ആകാശമേഘങ്ങളെ വാഹനമാക്കി ഗംഭീര ശബ്ദത്തിന്റെ അകമ്പടിയോടുകൂടി നമ്മുടെ പ്രാണപ്രിയനായ സഭയുടെ കാന്തനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ആകാശമേഘങ്ങളിലേക്ക് വരും. ഞാനും നിങ്ങളും ഒരു ദിവസം എടുക്കപ്പെടും. ഉദയ നക്ഷത്രം ഉദിക്കുന്ന സമയം അടുത്തിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ലോകത്തിലാർക്കും അത് കാണുവാൻ കഴിയുകയില്ല, ഒരു മനുഷ്യനും അറിയുകയില്ല. ഈ പ്രസംഗം അടുത്ത വർഷമൊക്കെ ഉണ്ടാകുമോ എന്നറിയില്ല. ഇങ്ങനെ അധികം സുവിശേഷീകരണം നടക്കുമോ എന്നറിയില്ല. ഒരു വാക്ക് പറയട്ടെ, കാലചക്രം തിരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ യഹൂദന്റെ ഭാവിയിലേക്ക് നിങ്ങളൊന്ന് നോക്കുക. ഒരു വസ്തുത നിങ്ങൾക്കറിയാം, ഇതിങ്ങനെ അധികകാലം പോവുകയില്ല. ദൈവജനമേ ഉണരാം, ഉദയ നക്ഷത്രം ഉദിക്കുവാൻ സമയമായിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഉദയ നക്ഷത്രത്തെ നാം വരവേൽക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. അതിനുവേണ്ടി ഒരുങ്ങാം, ഉത്സുകരാകാം, നമ്മുടെ ജഡത്തിലെ കന്മക്ഷങ്ങളെ മാറ്റാം.
പാപത്തിന്റെ വഴികളെ ഉപേക്ഷിക്കാം, ദൈവത്തിങ്കിലേക്ക് നമുക്ക് മടങ്ങി വരാം. അങ്ങനെ മലാക്കി പ്രവാചകൻ ഏറ്റവും ഒടുവിലേക്ക് വരുമ്പോൾ അവർക്ക് ഈ സന്ദേശം നൽകുകയാണ്. എന്നിട്ട് പറയുക, ചൂള പോലെ കത്തുന്ന ദിവസം വരുന്നു എങ്കിലും നീതി സൂര്യനായവൻ നിങ്ങൾക്ക് വരും. അതിനു മുമ്പേ സഭയുടെ കാന്തൻ വന്ന് ദൈവസഭയെ അവിടുത്തെ സന്നിധിയിലേക്ക് ചേർക്കും. ഒരു മനോഹരമായ കൺക്ലൂഷനോട് കൂടിയാണ് ഈ 4-ാം അധ്യായം അവസാനിക്കുന്നത്. എന്താ നിങ്ങൾക്കറിയാമോ? 4-ാം അധ്യായം കഴിഞ്ഞ് ഈ സന്ദേശം മുഴുവൻ കൊടുത്തിട്ടും ഇസ്രായേൽ ജനം തദൈവ അനുസരിക്കാൻ മനസ്സില്ലാത്തവരായി വീണ്ടും പാപത്തിൽ മുഴുകി, ആ പാപത്തിന്റെ ചിന്തകളിലേക്ക് പോയി, ലോകത്തിന്റെ ചിന്തകളിലേക്ക് മുഴുകി, അവർ ദൈവവുമായി ബന്ധമില്ലാത്തവരായി തീർന്നപ്പോൾ അവിടെ കൊണ്ട് പ്രവാചകനായ മലാക്കി ഫുൾ സ്റ്റോപ്പ് ഇട്ടതുപോലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവി ജനവുമായിട്ടുള്ള ബന്ധത്തെ അവസാനിപ്പിച്ചു. നിങ്ങൾക്ക് ഏകദേശം അറിയാം, 400 വർഷക്കാലം നീണ്ടുകിടക്കുന്ന അന്ധകാര യുഗത്തിലൂടെ ഇസ്രായേൽ ജനം കടന്നുപോയി. അങ്ങനെ ഈ കാലത്ത് പോയപ്പോൾ ദൈവമില്ല, ദൈവവുമായി ബന്ധമില്ല, യാഗമില്ല, യാഗപീഠമില്ല, ദൈവിക പ്രവാചകന്മാരില്ല, പുരോഹിതന്മാരില്ല, ശുശ്രൂഷകളില്ല. ഇങ്ങനെ പോയ അന്ധകാര നിബിഡമായ 400 വർഷക്കാലം കഴിഞ്ഞപ്പോൾ ദൈവം ഒടുവിൽ ഒരു പ്രവാചകനെ ഇവരുടെ മധ്യത്തിലേക്ക് അയച്ചു. അവനെ അയച്ചൊരു ഉദ്ദേശമുണ്ടായിരുന്നു, ദൈവപുത്രന് വഴിയൊരുക്കുവാൻ. സ്നാപക യോഹന്നാൻ എന്ന് പറയുന്ന ആ പ്രവാചകൻ വന്നു. അവൻ വന്നിട്ട് കൊടുക്കുന്ന സന്ദേശം ഇതാണ്: മരുഭൂമിയുടെ നിർജ്ജനമായ വീതിയിലൂടെ ചെന്നിട്ട് പറയുക, മാനസാന്തരപ്പെടുവീ, ഓരോരുത്തർ പാപങ്ങളെ വിട്ട് ദൈവത്തിലേക്ക് തിരിയുക, മാനസാന്തരപ്പെടുക എന്ന് പറഞ്ഞുകൊണ്ടൊരു സന്ദേശം കൊടുപ്പാനിടയായി തീർന്നു. ജനം അംഗീകരിച്ചില്ല. അതിനുശേഷം അദ്ദേഹം ചൂണ്ടിക്കാണിച്ച തന്റെ പിന്നാലെ വരുന്ന ദൈവപുത്രൻ വന്നു. കന്യകയിലൂടെ വാസ്തവത്തിൽ ഇവിടെ പറഞ്ഞ നീതി സൂര്യന് വേണ്ടി കാത്തിരുന്ന മശിഹ ഇറങ്ങി വന്നിട്ട് ആ മശിഹയെ ഇവർക്ക് തിരിച്ചറിയുവാൻ കഴിഞ്ഞില്ല. അവർ അവനെ ക്രൂശിൽ കൊന്നു, അവരവനെ ക്രൂശിച്ചു കൊന്നു. അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വരട്ടെ എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് യഹൂദ ജനം അവരെ കൊന്നു. പാപത്തിന്റെ കറകളിലൂടെ അവർ സഞ്ചരിക്കുവാൻ തുടങ്ങി. ഇന്ന് ലോകത്തിൽ ഇസ്രായേൽ അനുഭവിക്കുന്നത് പോലെ വേദനയും ദുഃഖവും അനുഭവിക്കുന്ന ഒരു ജനത വേറെയില്ല. അവർ കടന്നുപോയിട്ടുള്ള ചരിത്രം പരിശോധിച്ച് എത്രയോ വേദനകളിലൂടെ പോവുകയാ. എന്നാൽ ഒരു വാക്ക് ഞാൻ പറയട്ടെ, അതിന് മധ്യത്തിൽ സ്വർഗം എന്നോടും നിങ്ങളോടും കരുണ കാണിച്ചു. ആ ദൈവപുത്രനെ ക്രൂശിൽ തകർത്ത് കളഞ്ഞു. ആ ദൈവപുത്രന്റെ ക്രൂശ് മരണത്താൽ ജാതികളിലേക്ക് സുവിശേഷം വ്യാപിച്ചു. ജാതികളെയെല്ലാം സ്വീകരിപ്പാനിടയായി. അങ്ങനെ ദൈവമക്കളായി തീരുവാൻ മഹാഭാഗ്യം നാനാ ഗോത്രത്തിലും വംശത്തിലും ജാതിയിൽ നിന്നുള്ളവരായ നമുക്ക് ലഭിക്കുകയുണ്ടായി. അങ്ങനെ ദൈവത്തിന്റെ മക്കളായി നാം തീർന്നു. അവന് വേണ്ടി കാത്തിരിക്കുന്ന നീതി സൂര്യന്റെ വരവുണ്ട്. ആ വരവിന് വേണ്ടി അവൻ കാത്തിരിക്കുക. മശിഹയെ അവർക്ക് രാഷ്ട്രം സ്ഥാപിച്ചു കൊടുക്കും എന്ന് പറഞ്ഞുകൊണ്ട്. എന്നാൽ ഒരു വാക്ക് ഞാൻ ഇപ്പൊ പറഞ്ഞത് വീണ്ടും ആവർത്തിക്കട്ടെ. ഇതിന് മധ്യത്തിൽ നമ്മെ ദൈവസഭയുടെ അംഗങ്ങളാക്കി തീർത്ത്, നമ്മെ ശുദ്ധീകരിച്ച് ദൈവമക്കളാക്കി തീർത്ത് നമുക്കൊരു കാന്തനുണ്ട്, നമ്മുടെ കർത്താവായിരിക്കുന്ന കാന്തൻ. ആ കാന്തൻ താമസിക്കാതെ വരും. ഉദയ നക്ഷത്രമായവൻ ഉദയ നക്ഷത്രം ഉദിക്കും. ആ ഉദിക്കുന്ന സുന്ദരമായ സുപ്രഭാതത്തിൽ പ്രാക്കളെ പോലെ ഞാനും നിങ്ങളും പറന്നുയരുവാൻ പോവുകയാണ്. നമ്മുടെ പ്രത്യാശ വർദ്ധിക്കട്ടെ. ഈ കൺവെൻഷൻ ഇവിടെ സമാപിക്കുകയാണ്. ഞാൻ എന്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ ധന്യനായ പൗലോസ്ലീഹ തെസ്സലോനിക്കയിലുള്ള വിശ്വാസികളോട് പറഞ്ഞ വാക്ക് നമുക്കൊന്ന് ചേർത്ത് പറഞ്ഞ് അവസാനിപ്പിക്കാം. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോടെ ശേഷിക്കുന്നവരായി നാം ആകാശത്തിൽ അവനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടുകയും ചെയ്യും. ഇങ്ങനെ നാം എപ്പോഴും അവനോട് കൂടെ ആയിരിക്കും. ഇന്ന് രാത്രി ദൈവമക്കളെ, ഈ ഭാഗ്യകരമായ പ്രത്യാശയുള്ള ദൈവജനം കരങ്ങൾ ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ട് ഹല്ലേലൂയ. നമുക്ക് ഈ പ്രത്യാശ തന്ന ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രി പ്രത്യാശയില്ലാത്തവരായി ആരെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്നെങ്കിൽ നിങ്ങളുടെ കണ്ണ് ഇന്നു രാത്രി കിടക്കയിൽ നിങ്ങൾ അടയ്ക്കുന്നതിന് മുമ്പായി നിങ്ങളുടെ ഹൃദയത്തെ ഒന്ന് ചിന്തിക്കുമോ? നിങ്ങൾക്ക് വേണ്ടി പാപത്തിന് പരിഹാരം തരുവാൻ പാപത്തിന്റെ വഴികളിലൂടെ പോയ ഈ ജനത്തെ സ്നേഹിച്ച ദൈവം ഈ ഭൂമിയിലേക്ക് തന്റെ പുത്രനെ അയച്ച് ക്രൂശിൽ തകർത്ത് കളഞ്ഞ് അവിടുത്തെ അടിപ്പിണരുകളാ എനിക്ക് നിങ്ങൾക്ക് സൗഖ്യം തരുവാൻ ക്രൂശിൽ രക്തം മുഴുവൻ ഒഴുക്കി കൊടുത്ത ആ ദൈവപുത്രനെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കുമോ? നിങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിൽ, നിൽക്കുന്ന നിൽപ്പിൽ ചെയ്യേണ്ട ഒരൊറ്റ കാര്യം മാത്രം, ഒരു ലളിതമായ പ്രാർത്ഥന. ആ പ്രാർത്ഥനയുടെ വാചകം ഞാൻ ഇങ്ങനെ പറയാം. ഈ ക്രിസ്തുവിനെ ഉദയ നക്ഷത്രമായി, ദൈവസഭയുടെ ഉദയ നക്ഷത്രമായിരിക്കുന്ന ഈ ക്രിസ്തുവിനെ ഹൃദയത്തിൽ ഏറ്റെടുക്കുവാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് സമാധാനവും സന്തോഷവും പ്രത്യാശയും നൽകുന്ന ഈ ക്രിസ്തുവിലേക്ക് വരുവാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എന്നോട് ചേർന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുമോ? കർത്താവേ, ഞാനൊരു മഹാപാപിയാ.
എന്റെ പാപത്തിനായിട്ട് അങ്ങ് ക്രൂശിൽ മരിച്ചു. ഞാൻ അങ്ങയെ എന്റെ രക്ഷകനും എന്റെ കർത്താവുമായി അംഗീകരിക്കുന്നു. എന്നെ അങ്ങയുടെ ഒരു പൈതലാക്കി തീർക്കണമേ. ലളിതമായ ഈ പ്രാർത്ഥനയുടെ വാക്കുകൾ നിങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിൽ, നിൽക്കുന്ന നിൽപ്പിൽ, നിങ്ങൾ എവിടെ ഇരുന്നാലും, നിങ്ങൾ ആരായാലും പ്രാർത്ഥിക്കുവാൻ ഇടയായിട്ട് തീർന്നാൽ നിങ്ങളുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതുകയും ദൈവമക്കൾ എന്നുള്ള പദവിയിലേക്ക് വരികയും നിങ്ങൾക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുന്ന ഒരാത്മസ്വഭാവമുള്ള വ്യക്തിയായിട്ട് തീരുമാനം ഇടയായിട്ട് തീരും സ്വർഗത്തിലെ ദൈവം. അതിനായിട്ട് നിങ്ങളെ സഹായിക്കട്ടെ. കേട്ട ദൈവത്തിന്റെ വചനം കേൾവിക്കാർക്ക് ഏറെ ആശ്വാസത്തിനും സമാധാനത്തിനും കാരണമായിട്ട് തീരട്ടെ. ദൈവജനമേ, നമ്മുടെ കർത്താവ് വരുന്നു. ഒരുങ്ങാനുള്ളത് നമുക്ക് ഒരുക്കാം. നമ്മുടെ ഹൃദയത്തെ ദൈവസന്നിധി പകരാം. നമ്മുടെ പക, പിണക്കം, അസൂയ, നമുക്കിടയിലുള്ള ചില അസ്വസ്ഥതകൾ ഇതൊക്കെ ഉണ്ട് എന്ന് വരികയും ഇന്ന് രാത്രിയിൽ നമുക്ക് ഉപേക്ഷിക്കാം. സ്വർഗം നമ്മളെ ആദരിക്കുന്ന ഒരു ദിവസമുണ്ട് എന്നോർത്ത് നമ്മെ ഏൽപ്പിച്ച ശുശ്രൂഷകളിൽ കർമ്മ യോഗ്യരായി നമുക്ക് മുന്നോട്ട് പോകാം. സർവകൃപാലുമായ ദൈവം അതിനായിട്ട് നമ്മെ സഹായിക്കട്ടെ. ഈ വചന കേൾവി അതിന് മുഖാന്തരമായിട്ട് തീരട്ടെ. അവിടുത്തെ നാമം മാത്രം ഇന്നും എന്നും എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.